എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ വെബ് പരമ്പരയുടെ 1325 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ TG മനോജ് കുമാറാണ്. ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ മനോജിനെ കുറിച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം നമുക്ക് പല ക്ലാസ്സുകളും എടുത്തിട്ടുണ്ട്. ഇതിനകം തന്നെ വളരെ രസാവഹമായി ക്ലാസ് എടുക്കുന്ന ഡോക്ടറാണ്. അതുപോലെ ഡോക്ടറെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി സത്യവും മിഥ്യയും കാണാപ്പുറങ്ങളും എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് ഡോക്ടർ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഡോക്ടറുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. വൈറ്റമിൻ ഡിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്നൊരു ഫാഷന്റെ പോലെയാണ്. കാണുമ്പോൾ എല്ലാവരും പറയുന്നത് എനിക്ക് വൈറ്റമിൻ ഡി കുറവാണ്, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഗുളിക കഴിക്കുന്നു എന്നൊക്കെ ധാരാളം പേഷ്യൻസ് ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യാതെ പോലും കഴിക്കുന്ന കാലമാണ്. എന്തായാലും അതിനെക്കുറിച്ചൊക്കെ വിശദമായി നമുക്ക് ഇന്നത്തെ ക്ലാസ്സോട് കൂടി അറിയാൻ കഴിയും. ഞാൻ വളരെ സ്നേഹപൂർവ്വം ഡോക്ടർ TG മനോജിനെ ക്ഷണിക്കുക. ഓഡിയോ കോഹോസ്റ്റ് ആക്കിയിട്ടില്ലേ? ഡോക്ടറെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തേ. ബഹുമാനപ്പെട്ട IFPHന്റെ ഭാരവാഹികളെ, അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഹോമിയോപ്പതി സ്നേഹിതരെ, ഇന്നത്തെ വിഷയം നമ്മൾ വൈറ്റമിൻ ഡി ദ ഫാക്ട്സ് ആൻഡ് ഫാലസിസ് എന്ന് പറയുന്ന ഒരു വിഷയമാണ്. എന്ന് വെച്ചാൽ അതിനകത്തുള്ള സത്യങ്ങൾ, മിഥ്യകൾ, അതിന്റെ കാണാപ്പുറങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പൊ നേരത്തെ ആമുഖത്തിൽ ഡോക്ടർ പറഞ്ഞതുപോലെ ഇപ്പോ ഈ വൈറ്റമിൻ ഡി പരിശോധന, കാൽഷ്യം പരിശോധനയുടെ ഒരു കാലമാണ്. അപ്പൊ ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള കുറെ കാലങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോ ഒരു പാൻഡമിക് പോലെ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എല്ലാവരിലും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്യുന്നവർക്കെല്ലാം ഇത് വൈറ്റമിൻ ഡി കുറവാണെന്ന് പറയുന്നു. അതിനോടനുബന്ധമായി കാൽഷ്യം കുറവാണെന്ന് പറയുന്നു. ഉടനെ കാൽഷ്യം സാൻഡോസ്, കാൽഷ്യം ഗുളികകൾ കഴിക്കുന്നു, വൈറ്റമിൻ ഡി പ്രിസ്ക്രൈബ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ നമുക്ക് ചുറ്റുപാടും എവിടെ നോക്കിയാലും കാണാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മൾ പെട്ടെന്ന് പറയുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ കൊറോണ കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പൊ 2 വർഷം നമ്മൾ വെയിൽ കൊള്ളാണ്ട് അകത്തിരുന്നുകൊണ്ടാണ് എന്നൊക്കെയാണ് സാധാരണ നിങ്ങളും ഞാനും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ എന്താണ് കാരണം എന്നിങ്ങനെ നെറ്റിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇസ് എ പാൻഡമിക് ഫിനോമിന എന്ന് കണ്ടു. അപ്പൊ പാൻഡമിക് എന്ന് കേട്ട് കഴിഞ്ഞപ്പോ ഉടനെ നമുക്ക് സംശയം ലഭിച്ചു. കാരണം നമ്മളൊരു വലിയൊരു കള്ളനെ നമ്മള് ഈ കൊറോണനെ പോലെയുള്ള ഈ പാൻഡമിക്കിന്റെ കാലം നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ലോകം മുഴുവൻ കാൽഷ്യം, വൈറ്റമിൻ ഡി കുറയുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഈസ് ദർ. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ പുറകെ കുറച്ച് നടക്കാം എന്ന് ചിന്തിക്കുകയും ഞാൻ കണ്ടെത്തിയ കുറച്ച് രസകരമായ കാര്യങ്ങൾ, ഞാൻ മാത്രമല്ല കണ്ടെത്തില്ല, ഇതിനു മുമ്പും കുറച്ചുപേർ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ എനിക്ക് പിന്നെ അത് നോക്കിയപ്പോൾ മനസ്സിലായി. അപ്പൊ ആ കുറച്ച് രസകരമായ കാര്യങ്ങൾ, ഈ വൈറ്റമിൻ ഡിനെ എത്രത്തോളം പേടിക്കണം, അല്ലെങ്കിൽ കാൽഷ്യം കുറവിനെ എത്രത്തോളം പേടിക്കണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളുമായിട്ട് സംവദിക്കാനാണ് ഇങ്ങനൊരു അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. വൈറ്റമിൻ ഡിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്ന, നമുക്കറിയാം വാട്ടർ സോലുബിൾ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിനകത്ത് ADEK, നമ്മൾ അടക്ക എന്ന് പറയും. ADE പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി അടക്ക എന്ന് പറഞ്ഞാൽ മതി. അടക്ക എണ്ണയിൽ ലയിക്കില്ല എന്ന് നിങ്ങൾ കരുതിയാൽ മതി. അപ്പൊ ADEK ആണ് സാധാരണ നമ്മൾ ഈ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിൽ പെടുന്ന ഒന്നാണ് ഈ വൈറ്റമിൻ ഡി. ഈ വൈറ്റമിൻ ഡി ഒക്കെ പഠിപ്പിക്കുന്ന കാലത്ത് സത്യം പറയട്ടെ, ഈ ഫിസിയോളജി പഠിപ്പിക്കും, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഇത് മനസ്സിലാക്കാൻ. എങ്ങനെയെങ്കിലും പണ്ടാറടങ്ങി പരീക്ഷ തീർക്കണം എന്നല്ലാണ്ട് എനിക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനകത്തുള്ള കുറെ ടൈംസ് വൈറ്റമിൻ ഡി സംഭവം ഉണ്ട്, അതിന് ഇന്ന കാര്യങ്ങളുണ്ട്, അതിന് ഗുണങ്ങളുണ്ട് എന്നൊക്കെ പറയാനുള്ള ഇതിന്റെ പ്രോസസ്സ്, അത് ഉണ്ടാകുന്ന വഴികൾ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ കുറച്ച് വിഷമമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുത്തില്ല.
പക്ഷേ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ഡോക്ടർമാർ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പുസ്തകത്തിൽ പരീക്ഷ എഴുതാൻ പഠിക്കുന്നതിനൊക്കെ പിന്നെ നമ്മൾ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ രോഗികൾ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ഇപ്പൊ അതിനെ കുറിച്ച് കുറച്ച് സീരിയസ് ആയിട്ട് എടുത്ത് വായിക്കും. ഇപ്പൊ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കാരണം അത് എന്റെ ആവശ്യമാണ്. അപ്പൊ ഞാൻ കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ പിന്നില് ഒരു വലിയ കള്ളത്തരം ഉണ്ടോ എന്നൊരു സംശയം തോന്നുന്നത്. കാരണം എന്താ വെച്ചാല് കുറച്ചു മുമ്പ് നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാരണം, നമ്മൾ ഇതുവരെ കൊളസ്ട്രോൾ എന്ന ഭീകരമായിട്ട് കരുതിയിരുന്ന സാധനം വലിയൊരു ഭൂലോക കള്ളത്തരമാണെന്നും ആ കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് ലോകം മുഴുവൻ മരുന്ന് കഴിപ്പിച്ചത് ഒരു ആഗോള എന്താ പറയാ ഈ പിന്നെ വൈദ്യ കുടിലതയുടെ ഒരു ഭാഗമായിരുന്നു എന്നൊക്കെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പണ്ട് നമ്മൾ പറയാറുണ്ടേ, നമ്മള് ചില ഒരു ഭാരതീയ സംസ്കാരം അനുസരിച്ച് പറയാറുണ്ട്, 3 സാധനങ്ങൾ വിൽപ്പന ചരക്കാവുന്ന കാലത്ത് നമ്മുടെ നാട് നശിക്കുന്ന പറയാം. അതിനകത്ത് ഒന്ന് പറയുന്നത് ഈ വൈദ്യം, വിദ്യ, ഇത് രണ്ടുമാണെന്ന് പറയാം. അപ്പൊ വൈദ്യം എന്ന് പറഞ്ഞാല് നമുക്കറിയാം, വൈദ്യം ഇപ്പൊ വിൽപ്പന ചരക്കാണ്, യാതൊരു സംശയമില്ല. ലോകത്തെ മുഴുവൻ ആശുപത്രികളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് രോഗികൾക്ക് സുഖം കിട്ടുക എന്നുള്ളതല്ല, അത്രയും രോഗികളുള്ള ഒരു നാടായിട്ട് മാറുന്നു എന്ന ഇൻഡിക്കേറ്റർ ആണ്. ഇപ്പൊ നമ്മളൊരു ടൗണിനകത്ത് ധാരാളം ആശുപത്രി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ മുഴുവൻ രോഗികൾ ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ അത് എന്ന് പറയുന്നത് പോലെയാണ്. അതുപോലെ വിദ്യ നമ്മൾ കച്ചവടത്തിന് വെക്കാൻ തുടങ്ങി. ഇപ്പൊ വിദ്യാഭ്യാസത്തിന് പഠിപ്പിക്കാനാണ്, മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ സമ്പാദിക്കുന്നത് എന്നുള്ള അവസ്ഥ. ഇതെല്ലാം തമ്മിൽ പലർക്കും ഒരു ബന്ധമുണ്ട് അവിടെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഈ വൈദ്യം, വിദ്യ, ദൈവം എന്നൊക്കെ പറഞ്ഞാൽ 3 എണ്ണത്തിനകത്ത് 2 അക്ഷരം അല്ലെ, ഡായും വായും ഉണ്ടാവുക. അതിനകത്ത് ചെറിയ ചെറിയ ചിഹ്നങ്ങൾ അല്ലെ, വൈദ്യം, ദൈവം, അതുപോലെ വിദ്യ നോക്ക് ചെറിയ ചെറിയ അക്ഷരങ്ങൾ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഇതൊക്കെ വലിയ വലിയ കച്ചവട ചരക്ക. ഇപ്പൊ ദൈവമാണ് മറ്റൊരു കച്ചവട ചരക്കെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു വലിയ കച്ചവടം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാല് നമ്മൾ പലപ്പോഴും എന്താ കാര്യം, ഡോക്ടർമാരുടെ ഒരു പൊതു കുഴപ്പം എന്ന് വെച്ചാൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പരമാവധി പുസ്തകം വായിക്കില്ല എന്നുള്ളതാണല്ലോ ഭൂരിഭാഗം. അല്ലെങ്കിൽ അവര് കേട്ടറിവുകൾ മാത്രമേ നമ്മൾ അധികം ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ പുസ്തകത്തിൽ ഫിസിയോളജി പഠിച്ചതാണ് കൊളസ്ട്രോളിൽ 85% കൊളസ്ട്രോൾ നമ്മുടെ ലിവർ തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്നും 15% മാത്രമേ നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടുന്നു നമ്മൾ പഠിച്ചതാണ്. അപ്പൊ 85% നമ്മുടെ ശരീരത്തിൽ ലിവർ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ 15% വേണ്ടിയിട്ട് നമ്മൾ പട്ടിണി കിടന്നിട്ടോ അല്ലെങ്കിൽ ബിരിയാണി കഴിക്കാണ്ടിരുന്നിട്ടോ നെയ്ച്ചോറ് കഴിക്കാതിരുന്നിട്ടോ വലിയ കാര്യമുണ്ടോ? ലിവറാണ് വിചാരിക്കേണ്ടത്. ലിവർ സ്വതന്ത്രം ഇഷ്ടം പോലെ ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയുടെ ആവശ്യമില്ല. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യും, ഈ കൊളസ്ട്രോളിന് ഗുളികൾ, സ്റ്റാർട്ടിങ് ഗുളികൾ കഴിച്ച്, അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ് ഗുളിക കഴിക്കുന്നവരിൽ ഏകദേശം 30% 10 to 30% ആൾക്കാർക്ക് പിന്നെ ഡയബറ്റീസ് വരുന്നു. അപ്പൊ അവർ ഡയബറ്റീസ് രോഗികളായിട്ട് മാറും. ആദ്യം കൊളസ്ട്രോൾ രോഗികളുടെ മരുന്ന് കഴിക്കും, പിന്നെ ഡയബറ്റിക് രോഗികളാവും. അപ്പൊ ഇങ്ങനെ ഒരു വലിയ മരുന്ന് വിൽപ്പനയുടെ ഭാഗമായിരുന്നു കൊളസ്ട്രോൾ എന്ന് നമുക്കറിയാം. ഇതുപോലെ ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. ഒന്നുമില്ല, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, ഏറ്റവും കൂടുതൽ ശക്തിയുള്ള കട്ടിയുള്ള ശരീരത്തിലെ അവയവം ഏതാന്ന് വെച്ചാൽ പല്ലിന്റെ ഇനാമല നമ്മൾ പഠിപ്പിച്ചിട്ടില്ലേ. ഈ പല്ലിന്റെ ഇനാമല ഏറ്റവും കട്ടിയുള്ളതെന്ന് പഠിപ്പിക്കുകയും എന്നിട്ട് BDS ഡെന്റൽ കോളേജിൽ പോലും ഈ ഏറ്റവും കട്ടിയുള്ള ശരീരത്തിലെ അവയവം ഉമിക്കിരിട്ട് തേച്ചാൽ തേഞ്ഞു പോവോ എന്നുള്ള കാര്യം ഒരു കുട്ടി ചോദിക്കുന്നുമില്ല, നമ്മളോട്ട് പഠിപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താ, നമ്മൾ ആദ്യകാലത്ത് ഉമിക്കിരിട്ട് വലിയേപ്പിക്കരുത്, അല്ലെങ്കിൽ അതിട്ട് വലിയേക്കരുത്, ഇതിട്ട് വലിയേക്കരുത്, അതൊക്കെ പല്ലിന് ഇനാമലിന് ദോഷം വരുന്നുണ്ട്. കാരണം ഏറ്റവും ശക്തി എന്ന് പറയുന്ന അവയവത്തിനാണ് ദോഷം വരുന്നുള്ള ആലോചിക്കണം. എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഇതൊന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ ഇതേ കമ്പനിക്കാര് ഇപ്പോൾ നിങ്ങളുടെ പേസ്റ്റിൽ ഉപ്പുണ്ടോ, നിങ്ങളുടെ പേസ്റ്റിൽ കാർബൺ ഉണ്ടോ, കരി ഉണ്ടോ എന്നൊക്കെ പരസ്യം ചോദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇപ്പൊ അവര് ആ കരി കൊണ്ട് പേസ്റ്റ് ഉണ്ടാക്കുന്നു, ഉപ്പ് ചേർന്ന പേസ്റ്റ് ഉണ്ടാക്കുന്നു. ഇതുപോലെ വലിയ വലിയ കള്ളത്തരങ്ങൾ നടക്കുന്നതിൽ ഇനി വരാൻ പോകുന്ന, നാടടച്ച് വരാൻ പോകുന്ന ഒരു കള്ളത്തരത്തിലാണ് നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കാൻ പോകുന്ന ഒരു കാര്യം. അപ്പൊ ഈ വൈറ്റമിൻ ഡി നിങ്ങൾക്കറിയാം, അതിന്റെ ടൈപ്പുകളൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ പണ്ട് എല്ലാവർക്കും കുറച്ച് വിഷമമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഇപ്പൊ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഞാൻ ലളിതമായിട്ട് പറയാം. ഒരു 3-4 തരത്തിൽ ഈ വൈറ്റമിൻ ഡിനെ പറയാം. വൈറ്റമിൻ D2, D3, D4, D5 എന്നൊക്കെ അറിയാലോ. അപ്പൊ ഈ D2-നെ എർഗോ കാൽസിഫറോൾ എന്ന് പറയും, D3-നെ കോളി കാൽസിഫറോൾ എന്ന് പറയും, പിന്നെ വൈറ്റമിൻ D4, വൈറ്റമിൻ D5, പിന്നെ കാൽസിട്രിയോൾ എന്ന് പറയാം. അപ്പൊ അതിനകത്ത് എപ്പോഴും ഈ കോളി കാൽസിഫറോളിനെ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമാണ്. കാരണം വൈറ്റമിൻ D3 എന്ന് പറയുന്നത് 3ാമത്തെ അക്ഷരമാണ്. ABCDയിൽ C ആണ് 3ാമത്തെ അക്ഷരം. അപ്പൊ നമുക്ക് ഈ കോളി കാൽസിഫറോൾ എന്ന് പറഞ്ഞ വൈറ്റമിൻ പിന്നെ ഈ D3 ആണെന്ന് പെട്ടെന്ന് ഓർക്കാം. എർഗോ കാൽസിഫറോൾ വൈറ്റമിൻ D2 ആണ്, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതിനകത്ത് ഈ മേജർ സോഴ്സ് ഓഫ് വൈറ്റമിൻ D3 അല്ല വൈറ്റമിൻ D എന്ന് പറയുന്നത് നമ്മൾ പണ്ട് മുതൽ സ്കൂളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല്ലിന്റെ കാര്യത്തിനകത്ത് നമ്മൾ LP സ്കൂളിൽ പഠിച്ച കാര്യം മറക്കുന്നത് പോലെ നമ്മൾ പിന്നെ എന്താണ് മെഡിസിൻ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ ഫിസിയോളജിയിൽ നമ്മുടെ പിന്നെ ലിവറാണ് 85% ഓഫ് കൊളസ്ട്രോൾ ഉത്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞത് നമ്മൾ മറന്നതുപോലെ നമ്മൾ വൈറ്റമിൻ ഡി സ്കിന്നിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു വിറ്റമിൻ ആണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞോ അറിയാതെ അല്ലെങ്കിൽ നമ്മൾ അത് ഓർമ്മിപ്പിക്കപ്പെടാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഈ എന്താണ് ഈ വൈദ്യമേഖലയിലെ കച്ചവട മാധ്യമങ്ങളുടെ ഒരു ടെക്നിക്ക്.
അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, മേജർ നാച്ചുറൽ സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി ഈസ് അത് വൈറ്റമിൻ D3 നമ്മുടെ സ്കിന്നില് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോളികാൽസിഫറോൾ എന്ന് പറയുന്നത് നമ്മുടെ ലോവർ ലെയർ ഓഫ് എപ്പിഡെർമിസിന് 5 ലെയർ ഉണ്ട്. അതിൽ അവസാനത്തെ 2 ലെയറിൽ വെച്ചിട്ട് അൾട്രാവയലറ്റ് ബി രശ്മികളുടെ സാന്നിധ്യത്തിലാണ് ഈ സാധനം നമ്മൾ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ സാധനം നമ്മൾ അങ്ങോട്ട് മറന്നുപോകും, അല്ലെങ്കിൽ നമ്മൾ തന്ത്രപൂർവ്വം അത് ഓർമ്മിക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, സൂര്യനിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ വൈറ്റമിനെ നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ പുറമേ നിന്ന് വൈറ്റമിൻ ഡി മേടിച്ച് ഉപയോഗിക്കൂ എന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ വെയിലിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ചുകൂടെ നമ്മൾ ചോദിക്കും. ആ ചോദ്യത്തിന് അവർ പറയുന്ന വെച്ചാൽ US-ലും അതുപോലെ തന്നെ വലിയ കൺട്രീസിലൊക്കെ ഇപ്പോഴേ ക്യാമ്പയിൻ നടക്കുകയാണ്, നിങ്ങൾ വെയിൽ കൊണ്ടിട്ട് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കരുത്, സ്വന്തമായിട്ട് ഉണ്ടാക്കരുതെന്ന് അർത്ഥം. കാരണം നിങ്ങൾക്ക് മെഷീൻ ഒക്കെ ഉണ്ട്, പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കരുത്, ഞങ്ങൾ തരുന്ന ഉപയോഗിക്കണം. എന്താ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സ്വന്തമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ സൂര്യപ്രകാശം അടിച്ചിട്ട് നിങ്ങളുടെ സ്കിന്നിന് ടാനിങ് വരാം. ഏത് വെളുത്ത രാജ്യക്കാരോടല്ല, കറുത്ത രാജ്യക്കാരോട് നമുക്കാണല്ലോ കറുപ്പിനെ പേടി. അപ്പൊ നിങ്ങളുടെ സ്കിന്നിന് ടാനിങ് വരാം, സൺബേൺസ് വരാം, ഇനി മ്യൂട്ടേഷൻ സംഭവിക്കാം. ഏത് മനുഷ്യ ശരീരത്തിന് മ്യൂട്ടേഷൻ സംഭവിക്കാം. അതുകൊണ്ട് ഈ നാച്ചുറൽ ഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കരുത്, നിങ്ങൾ ഞങ്ങളുടെ കമ്പനി ഉണ്ടാക്കുന്ന വൈറ്റമിൻ ഡി മേടിക്കണം. എന്താ കാര്യം, ഈ വൈറ്റമിൻ ഡി ഈ സാധാരണ സസ്യങ്ങളിൽ നിന്നോ ജന്തുക്കളിൽ നിന്നോ സസ്യങ്ങളിൽ നിന്ന് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഭക്ഷണത്തിൽ നിന്ന് കിട്ടില്ലാത്ത വൈറ്റമിൻ ഏത് എന്ന PSC ചോദ്യത്തിനും സ്വന്തം ശരീരം സൂര്യപ്രകാശത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിക്കുമ്പോൾ വൈറ്റമിൻ ഡി ആണ് ഉത്തരം. ആനിമൽസിൽ ഉണ്ട്. എങ്ങനെയാണ് ആനിമൽസിൽ കിട്ടുന്നത്? അവരും വെയിൽ കൊള്ളുന്നതുകൊണ്ടാണ്. അപ്പൊ ആനിമൽസിനകത്ത് നമ്മൾ പറയുന്നത് പിന്നെ ഒന്ന് ഫാറ്റി ഫിഷ്, കടലിലെ പിന്നെ വലിയ ഫാറ്റ് ഉള്ള ഫിഷിനകത്ത് നിന്നും, അതുകൊണ്ട് തന്നെ കോഡ് ലിവർ ഓയിലാണ് ഏറ്റവും വലിയ സോഴ്സ് ആയിട്ട് പറയുന്നത്. പിന്നെ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് ആണ്, പാലും പാലുൽപ്പന്നങ്ങളും. ഇവയിലൊക്കെ വൈറ്റമിൻ ഡി ഉള്ളൂ, വേറെ ഒന്നിനകത്തില്ല. അപ്പൊ ഇതിനകത്ത് നിന്നൊക്കെ വൈറ്റമിൻ ഡി ഉണ്ടാക്കിയിട്ട് നമുക്ക് വിതരണം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യും? കെമിക്കൽ ഫോർമുല, കെമിക്കലായിട്ട് ഈ വൈറ്റമിൻ ഡി ഉണ്ടാക്കിയിട്ട് ആ കെമിക്കൽസ് നമ്മളെ തീറ്റിക്കും. ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് ഈ മണ്ണിൽ കിടക്കുന്ന വെള്ളം കുടിക്കരുതെന്ന് നിങ്ങൾ ഇനി ഒരു ക്യാമ്പയിൻ വരിക എന്ന് വിചാരിക്കുക. നിങ്ങൾ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കരുത്, കാരണം അത് H2O ആണ് നമുക്ക് വേണ്ടത്. ഇത് കിണറ്റിൽ എന്തെല്ലാം മാലിന്യങ്ങൾ ഉണ്ടാവും, എന്തെല്ലാം ഈക്കോളി ബാക്ടീരിയ ഉണ്ടാവും, മറ്റതുണ്ടാവും, പിന്നെ പല മിനറൽസ് ഉണ്ടാവും, അതൊക്കെ ശരീരത്തിന് ദോഷമല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഇനി H2O ഞങ്ങൾ മിക്സ് ചെയ്തിട്ട് തരും, ഹൈഡ്രജൻ ഓക്സിജനോട് മിക്സ് ചെയ്തിട്ട് കുപ്പിയിലാക്കിയിട്ട് തരും, നിങ്ങൾ അതേ കുടിക്കാൻ പാടുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ക്യാമ്പയിൻ പറഞ്ഞാൽ നമ്മളെ പോലുള്ള സയൻസ് അന്ധവിശ്വാസികളായ കുറെ പേര് അത് കുടിക്കാനുണ്ടാവും. അപ്പൊ നമ്മൾ നാച്ചുറലായിട്ട് ഇണങ്ങി നിൽക്കണമെന്നും ഇതൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടതും എന്നുള്ള ചിന്തകൾ ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോ കാൽഷ്യം കഴിക്കണം എന്ന് പറഞ്ഞാൽ, കാൽഷ്യം ശരീരത്തിന് കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ പഴയ ഡോക്ടർമാർ എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ മീനിന്റെ മുള്ളാണെങ്കിൽ കാൽഷ്യം അടങ്ങിയ പിന്നെ നമ്മുടെ ഷെൽ ഫിഷുകൾ, കല്ലുമക്ക, ഞണ്ട്, കൊഞ്ചി ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുക. അതുപോലെ തന്നെ നമ്മളെ ചെറിയ മീനുകളൊക്കെ ചവച്ചരച്ച് കഴിക്കുക, അതിന്റെ മുള്ളടക്കം ചവച്ചരയ്ക്കുക. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കാൽഷ്യം കിട്ടുമെന്ന് വളരെ ലളിതം. പാലിനകത്ത് കാൽഷ്യം ഉണ്ട്, മുട്ടയ്ക്കകത്ത് കാൽഷ്യം ഉണ്ട്. പക്ഷെ ഇവര് പറയുന്നത് വെച്ചാൽ കാൽഷ്യം സാൻഡോസ്, ഏത് കുട്ടികൾ കാൽഷ്യം ഡെഫിഷ്യൻസി അവർ ഐഡന്റിഫൈ ചെയ്ത് ഉടനെ കാൽഷ്യം സാൻഡോസ്, എന്ത് നമ്മുടെ ഭിത്തിയിൽ അടിക്കുന്ന കുമ്മായാണ് അല്ലെ, നമ്മുടെ കക്ക നീച്ചിട്ടുണ്ടാക്കുന്ന കുമ്മായം ഇവര് ക്യാപ്സ്യൂളിലാക്കി തന്നു കഴിഞ്ഞാൽ നമ്മൾ വലിയ പൈസ കൊടുത്തിട്ട് മേടിക്കും. ഏത് ഭിത്തിയിൽ അടിക്കുന്ന കുമ്മായത്തിന് ചെറിയ പൈസയും, നമ്മൾ ക്യാപ്സ്യൂളിലാക്കുമ്പോൾ ആ ഒരു വീട് പെയിന്റ് അടിക്കേണ്ട പണി, പിന്നെ ഈ കുമ്മായത്തിന്റെ പൈസ മുഴുവൻ വേണ്ടി വരും. അവർക്ക് കുറച്ച് ഗുളികകൾ വരുന്നതിന്. ഈ വിൽപ്പന എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഈ ചില സ്ഥലങ്ങളിലെ എവിടെ അത് വിൽക്കുന്നു എന്നനുസരിച്ച് മൂല്യം കൂടുന്നുണ്ട്. നമ്മുടെ ഈ BP അപ്പാരറ്റസിന്റെ നമ്മളാ ഞെക്കണ സാധനമില്ലേ, പിന്നെ എയർ ബൾബ് എന്നൊക്കെ പറയുന്ന സാധനം, ഇത് ഈ സാധനത്തിന് നമ്മൾ കടയിൽ നിന്ന് BP അപ്പാരറ്റസിന്റെ പിന്നെ എയർ ബൾബ് എന്ന് പറഞ്ഞിട്ട് മേടിച്ചു കഴിഞ്ഞാൽ അതിന് 80 രൂപ 100 രൂപ അതിന് മേലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതേ സാധനം തന്നെയാണ് ഈ വാച്ച് നന്നാക്കുന്ന ആൾക്കാർ, അവർ ഫിഷ് നടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പൊടി കളയാതിരിക്കുന്നത്, അവർക്ക് വിൽക്കുന്ന 20 രൂപയ്ക്ക്. അപ്പൊ ഞാനത് ക്ലിനിക്ക് എടുത്തപ്പോൾ എൻ്റെ ക്ലിനിക്കിന്റെ അടുത്ത് ഇങ്ങനെ ഒരു വാച്ച് നന്നാക്കുന്ന ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വിൽക്കണ അതേ സാധനത്തിനകത്ത് ഒരു ട്യൂബും കൂടി ഫിറ്റ് ആക്കിയിട്ട് അവര് വിൽക്കുന്ന 20 രൂപ, ഞാനിത് വലിയ പിന്നെ സ്റ്റോറിൽ പോയി മേടിക്കുമ്പോൾ എനിക്ക് 80 രൂപ. ഞാൻ അവസാനം ചെയ്ത് ഇവന്റെ അടുത്ത് നിന്ന് മേടിച്ചാൽ മതിയല്ലോ, ഇവന്റെ അടുത്ത് 20 രൂപയ്ക്ക് മേടിച്ചാൽ എനിക്ക് ഫിറ്റാക്കിയാൽ മതിയല്ലോ. അപ്പോ ഈ കച്ചവടങ്ങൾ ഇങ്ങനെ പല രീതിയിൽ നടക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളെ കുറിച്ച് ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറയാറുണ്ട്. അവർ പറയുന്നത് മഷ്റൂംസ് ഈസ് സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി. പക്ഷേ മഷ്റൂംസ് ഹാവ് ടു എക്സ്പോസ് ടു ഈ നമ്മളെ അൾട്രാവയലറ്റ് രശ്മികൾ ഏൽപ്പിച്ച മഷ്റൂമിനകത്ത് വൈറ്റമിൻ D2 ഉണ്ടാകുന്നതാണ്. പിന്നെ അതുകൊണ്ട് US-ലൊക്കെ കൺട്രീസിൽ ഇപ്പൊ എന്താ ചെയ്യുന്ന അറിയോ, അവര് എല്ലാ ഫുഡ് ഗ്രെയിൻസ് ഫോർട്ടിഫൈഡ് വിത്ത് വൈറ്റമിൻ ഡി ആക്കി മാറ്റുക. മിൽക്കിനകത്തൊക്കെ അഡീഷണൽ ആയിട്ട് വൈറ്റമിൻ ഡി ചേർക്കുന്നു. അതുപോലെ തന്നെ ഗ്രെയിൻസിനകത്ത്, ധാന്യങ്ങളിനകത്തെല്ലാം വൈറ്റമിൻ ഡി ചേർക്കുന്നു.
അങ്ങനെ ഫോർട്ടിഫൈ ചെയ്തിട്ട് ഇപ്പൊ നമുക്കറിയാലോ, നമ്മൾ അങ്ങനെ ഫോർട്ടിഫൈ ചെയ്ത് നമ്മുടെ പിന്നെ അയഡിനൊക്കെ ചേർത്തിട്ടുള്ള ഉപ്പിന്റെ അനുഭവങ്ങൾ അതൊക്കെ നമ്മളിവിടെ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. IFPH പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ളതാണ്. ഫോർട്ടിഫൈ ചെയ്ത് നമ്മളെ അപകടത്തിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് മനസ്സിലാക്കാം. അപ്പോ ഈ നമ്മൾ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളിൽ വരെ പഠിപ്പിച്ച ചില അബദ്ധങ്ങളുണ്ട്. അത് നിങ്ങൾക്കും, ഞാൻ കോഴിക്കോട് ഹോമിയോ കോളേജിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ പഠിപ്പിക്കുമ്പോഴുണ്ടല്ലോ, ഈ 7-ഡീഹൈഡ്രോകോളിയെസ്റ്ററോൾ ആണ് 7-ഡീഹൈഡ്രോകോളിയെസ്റ്ററോൾ ആണ് നമ്മുടെ വൈറ്റമിൻ ഡി ആക്കുന്നത്. അപ്പൊ ഈ എസ്ട്രിഫിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ, കോളിയെസ്റ്ററോൾ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്റെ തലയിൽ കയറൂല. അപ്പൊ ഇതേ സാധനം, ഈ 7-ഡീഹൈഡ്രോകോളിയെസ്റ്ററോൾ നമ്മുടെ സിറത്തിൽ കാണുന്ന ഒരു സാധനമാണെന്നും ഈ സിറത്തിൽ കാണുന്ന, ബ്ലഡിൽ കാണുന്ന ഈ സാധനത്തിനെ നമ്മുടെ സ്കിന്നിന്റെ അടിയിൽ വെച്ചിട്ട് അത് കൺവേർട്ട് ചെയ്തിട്ട് ഫോട്ടോ കെമിക്കലി നമ്മുടെ അൾട്രാവയലറ്റ് രശ്മി അടിക്കുന്ന കൺവേർട്ട് ചെയ്തിട്ട് വൈറ്റമിൻ D3 ആയിട്ട് മാറുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 7-ഡീഹൈഡ്രോകോളിയെസ്റ്ററോളിനെ പ്രോ വൈറ്റമിൻ എന്ന് വെച്ചാൽ വൈറ്റമിൻ തൊട്ട് മുമ്പുള്ള പ്രോ വൈറ്റമിൻ D3 എന്നൊരു പേരുണ്ട് എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് വലിയ കാര്യമായിട്ട് എടുത്തിട്ടുമില്ല. പക്ഷെ പിന്നെ ഇതേ സംഭവം ഉണ്ടല്ലോ, കൊളസ്ട്രോൾ പഠിപ്പിക്കുന്ന കാലത്ത് എങ്ങനെ മാഡം പഠിപ്പിച്ചതെന്നറിയോ? 7-ഡീഹൈഡ്രോകൊളസ്ട്രോൾ അത് കൺവേർട്ട് ചെയ്തിട്ട് കൊളസ്ട്രോൾ ആകുന്നു. നമുക്ക് ഒരേ സാധനമാണ് 7-ഡീഹൈഡ്രോകോളിയെസ്റ്ററോൾ എന്ന് ഒരിടത്ത് പറയുകയും 7-ഡീഹൈഡ്രോകൊളസ്ട്രോൾ എന്ന് പറയുകയും രണ്ടിടത്ത് പറയുമ്പോൾ നമുക്ക് രണ്ട് കാര്യമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ഒരേ ഡോക്ടറെ മ്യൂട്ടായി പോയി ഡോക്ടറെ. സാധനമാണ് പിന്നെ നമ്മൾ വ്യത്യസ്തമായിട്ട് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഈ 7-ഡീഹൈഡ്രോകൊളസ്ട്രോളിൽ സാധാരണ നമ്മുടെ എപ്പിഡെർമൽ ലെയറിൽ കാണുന്ന ഒരു പിന്നെ കൊളസ്ട്രോൾ ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഫാറ്റിന്റെ ഒരു വിഭാഗമായ കൊളസ്ട്രോൾ ആണ്. അപ്പൊ ആ കൊളസ്ട്രോളിനെ ഈ പ്രോ വൈറ്റമിൻ D3 ആയിട്ട് നമ്മൾ കരുതപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ഇതിനെ നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഫോട്ടലൈസ്ഡ് ചെയ്തിട്ട് ഇതിനെ വൈറ്റമിൻസ് ആക്കിയിട്ട് വൈറ്റമിൻ D3 ആക്കിയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിന് പ്രീ വൈറ്റമിൻ D3. അപ്പൊ ഈ പ്രീ വൈറ്റമിൻ ആദ്യം ഇതിനെ ഈ 7-ഡീഹൈഡ്രോകൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനത്തിന് അൾട്രാവയലറ്റ് രശ്മി ആക്കുമ്പോൾ ഈ പ്രീ വൈറ്റമിൻ D3 എന്ന് പറയുന്ന സാധനമാവുകയും ഈ പ്രീ വൈറ്റമിൻ D3 സ്റ്റെബിലൈസ് അതില്ല, അതിനെ ഉടനെ തന്നെ അത് ഐസോമറൈസ് ചെയ്ത്, പണ്ട് നമ്മൾ ഐസോമറൈസേഷൻ പഠിച്ചിട്ടുണ്ടാവും എനിക്ക് ഓർമ്മ വരുന്നുണ്ടാവും. ഈ ഐസോമറൈസ് ചെയ്തിട്ട് അത് വൈറ്റമിൻ D3 ആയിട്ട് മാറുകയും ചെയ്യുന്നു എന്ന അത്ഭുത പ്രതിഭാസമാണ് ശരീരത്തിൽ നടക്കുന്നത്. അപ്പോ ഈ ഐസോമറൈസേഷൻ ഓർമ്മ ഉണ്ടാവുമോ എന്ന് വെച്ചാൽ കാർബൺ തന്നെയാണ് കരിയും ഗ്രാഫൈറ്റും അതുപോലെ തന്നെ വജ്രവും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആ ഒരേ പിന്നെ മോളിക്യൂൾസ് തന്നെയായിരിക്കും. പക്ഷെ അതിന്റെ അറേഞ്ച്മെന്റിൽ വ്യത്യാസം വരുമ്പോൾ വിവിധ പ്രോപ്പർട്ടീസ് വരുന്നു. അങ്ങനെയാണ് ഈ വൈറ്റമിൻ D3 ഉണ്ടാകുന്നതാണ്, അല്ല ഈ വൈറ്റമിൻസ് ഉണ്ടാകുന്നത്. അപ്പൊ അതിനകത്ത് ഇതേ വൈറ്റമിൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേ 7-ഡീഹൈഡ്രോകോളിയെസ്റ്ററോൾ അല്ലെങ്കിൽ 7-ഡീഹൈഡ്രോകൊളസ്ട്രോളിനെ കൊളസ്ട്രോൾ ആയിട്ട് മാറ്റുന്നത് ഒരു എൻസൈം ഉണ്ട്. അതിന് DHCR7 എന്നൊക്കെ പറയാം. അത് കേട്ടിട്ട് പഠിക്കുന്നുണ്ട്. 7-ഡീഹൈഡ്രോകൊളസ്ട്രോൾ റിഡക്റ്റേസ്. കഷ്ടപ്പെട്ടിട്ട് നമുക്ക് തന്നെ പഠിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്നാലും ഏകദേശം ഒന്ന് മനസ്സിലാക്കി പോയത്, കാരണം പേഷ്യൻസ് ഇങ്ങോട്ട് ഡയലോഗ് അടിക്കുമേ തിരിച്ച് അങ്ങോട്ട് 2 ഡയലോഗ് അടിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചിരുന്നാൽ മതി. അപ്പൊ ഈ DHCR7 എന്ന് പറയുന്ന സാധനം ആണ് എന്ന പിന്നെ ആ ഒരു വസ്തു എൻസൈം ആണ് ഈ 7-ഡീഹൈഡ്രോകൊളസ്ട്രോളിനെ കൊളസ്ട്രോൾ ആക്കി മാറ്റണോ അല്ലെങ്കിൽ വൈറ്റമിൻ D ആക്കി മാറ്റണോ എന്ന് തീരുമാനിക്കുന്നത്. ഈ പിന്നെ നമ്മൾ പറയുന്ന ഇപ്പൊ പറയുന്ന സാധനമുണ്ടല്ലോ, ഈ 7-ഡീഹൈഡ്രോകൊളസ്ട്രോൾ ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്ന സാധനം, ആ എൻസൈം ജന്മന ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഒരു പിന്നെ കുട്ടികൾ മരിച്ചു പോകുന്ന രീതിയിലുള്ള സ്മിത്ത് ലിംലി ഒപ്റ്റി സിൻഡ്രോം, എനിക്കും കേട്ടിട്ട് കാണാതെ പഠിക്കാൻ പറ്റില്ല, ഞാൻ നോക്കിയിട്ട് വായിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചില മാരക രോഗങ്ങളൊക്കെ വരും. അതിനെക്കുറിച്ച് നമുക്ക് അങ്ങനെയുള്ള കേസൊന്നും കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക, അല്ല കിട്ടിയാൽ തന്നെ നമ്മളത് ഹോമിയോപ്പതിയിൽ സിംറ്റം മാത്രം നോക്കി ട്രീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. എങ്ങനെയായാലും ഈ സംഭവം കുറച്ച് ഭീകരനാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു സംഭവം ഉള്ളതിലും പേരിലാണ് ഒരേ സാധനം തന്നെ കൊളസ്ട്രോളോ വൈറ്റമിൻ ഡിയോ ആയിട്ട് മാറ്റുന്നത്. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഒരു പോയിന്റ് ആണ് എനിക്ക് പറയാനുള്ളത്. എന്ത് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരേ വസ്തു ഒന്നുകിൽ വൈറ്റമിൻ D ആയിട്ട് മാറും അല്ലെങ്കിൽ കൊളസ്ട്രോൾ ആയിട്ട് മാറും. ഈ കൊളസ്ട്രോൾ ആയിട്ട് മാറണമെങ്കിൽ അല്ലെ വൈറ്റമിൻ D ആയിട്ട് മാറണമെങ്കിൽ നിങ്ങൾ വെയിൽ കൊള്ളണം. അപ്പൊ നിങ്ങൾ ഇപ്പൊ വെയിൽ കൊള്ളുന്നില്ല എന്ന് വിചാരിക്കുക, അപ്പൊ നിങ്ങൾക്ക് അത് വൈറ്റമിൻ D ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ വൈറ്റമിൻ D പുറമെ നിന്ന് കഴിക്കും. അപ്പൊ എന്ത് ചെയ്യും? വൈറ്റമിൻ D ഇപ്പൊ ഡോക്ടർമാരെല്ലാം പ്രിസ്ക്രൈബ് ചെയ്യുന്നു. വൈറ്റമിൻ D അപ്പോൾ ശരീരത്തിനെ സംബന്ധിച്ച് ഈ 7-ഡീഹൈഡ്രോക്സി കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനം വൈറ്റമിൻ D ആയിട്ട് മാറുന്നേ ഇല്ല.
അപ്പൊ ഈ സാധനത്തിന് എന്ത് ചെയ്യും? ശരീരം കമ്പൽ ടു കൺവേർട്ട് ഇൻ ടു കൊളസ്ട്രോൾ. അപ്പൊ നിങ്ങൾ വൈറ്റമിൻ ഡി ഒരു പേഷ്യന്റിന് പ്രിസ്ക്രൈബ് ചെയ്യുന്നതോറും ഈ രോഗി കൊളസ്ട്രോൾ രോഗിയായിട്ട് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്. നിങ്ങളത് ഒബ്സർവ് ചെയ്ത് നോക്കുക. ഞാൻ എത്രയോ പേഷ്യൻസിന് ഒബ്സർവ് ചെയ്തിട്ട് പറയുന്ന കാര്യം കൂടിയാണ്. ഇത് നിങ്ങളും കൂടി ശ്രദ്ധിച്ചു നോക്കിയോ. വൈറ്റമിൻ ഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളെ ഏറെ താമസിയാതെ കൊളസ്ട്രോൾ രോഗിയായിട്ട് മാറ്റപ്പെടും. കൊളസ്ട്രോളിന്റെ ബാക്കി ട്രൈഗ്ലിസറൈഡ്സും മറ്റതെല്ലാം കൂടുന്നതിനനുസരിച്ച് പിന്നെ അവർക്ക് നമുക്ക് മറ്റൊരു കാർഡിയാക് പേഷ്യന്റോ അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള ഒരു രോഗിയായിട്ട് മാറ്റപ്പെടുന്നതിന്റെ ഒരു ടെക്നിക്കാണ് ഈ വൈറ്റമിൻ ഡി ഇപ്പോൾ സപ്ലിമെന്റ് ഫോർട്ടിഫൈ ചെയ്യാൻ വേണ്ടി ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടും ഉള്ളത് എന്നുള്ള 7-ഡീഹൈഡ്രോകൊളസ്ട്രോൾ എന്ന ഒന്ന് തന്നെയാണ്. ഈ രണ്ടിന്റെയും പ്രിക്കേഴ്സറാണ് ഈ 7-ഡീഹൈഡ്രോകൊളസ്ട്രോൾ എന്ന് പറയുന്നത്. കൊളിയസ്ട്രോൾ എന്ന് പറയുന്നു, 7-ഡീഹൈഡ്രോകൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെ. ഈ സാധനം ഒന്നെങ്കിൽ വൈറ്റമിൻ ഡി ആയിട്ട് മാറും, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾ വൈറ്റമിൻ ഡി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നെ എന്താ പറയാ, തനിയെ തന്നെ ആ രാസപ്രവർത്തനത്തിനെ നിയന്ത്രിക്കുന്ന ഒരു പേരുള്ള, ഞാൻ മറന്നുപോയി. അപ്പോ ആ തനിയെ തന്നെ ആ വൈറ്റമിൻ ഡി ഇനി ഉത്പാദിപ്പിക്കേണ്ടത് വിചാരിക്കും, ഇതെല്ലാം കൺവേർട്ട് ചെയ്തിട്ട് കൊളസ്ട്രോൾ ആവും. തരത്തിൽ നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഈ രോഗികളെല്ലാം കൊളസ്ട്രോൾ രോഗികളായിട്ടാണ് മാറുക. രോഗികൾക്ക് വൈറ്റമിൻ ഡി അവരുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു പോയിന്റ് മനസ്സിലാക്കുക. ഈ വൈറ്റമിൻ ഡി ശരീരത്തിൽ കാണുന്നത്, നമ്മൾ കാണുന്നത് ഈ വൈറ്റമിൻ ഡിയിൽ ഈ പിന്നെ D3 എന്ന ഫോമിൽ ഉള്ള വൈറ്റമിൻ നമുക്ക് ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിനെ ലിവറിലും കിഡ്നിയിലും കൂടി പാസ് ചെയ്തിട്ട് 2 കൺവേർഷൻ സ്റ്റേജും കൂടി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് മനുഷ്യന് ഉപയോഗിക്കുന്ന രീതിയിലാകാൻ പറ്റുള്ളൂ. അത് ഹൈഡ്രോക്സിലേഷൻ എന്ന് പറയുന്ന 2 പ്രോസസ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് പാർട്ട് ലിവറിലാണ് നടക്കേണ്ടത്, സെക്കൻഡ് പാർട്ട് കിഡ്നിയിലാണ് നടക്കേണ്ടത്. പലപ്പോഴും എത്ര ഡോക്ടർമാർക്ക് ഓർമ്മയുണ്ടാവുന്ന അറിയില്ല. നമ്മളെ സ്കിന്നിൽ അങ്ങ് വൈറ്റമിൻ ഡി ഉത്പാദിപ്പിക്കുന്നു എന്നാ വിചാരിക്കുക. വൈറ്റമിൻ ഡി ഉത്പാദിപ്പിക്കുന്ന ആ D3 നമുക്ക് ആക്ടിവേറ്റഡ് ഫോം അല്ല, അത് നമുക്ക് ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അത് ലിവറിലും കിഡ്നിയിലും കൂടി 2 ഈ ഹൈഡ്രോക്സിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണം. അപ്പോൾ ഈ കോളികാൽസിഫെറോൾ എന്ന് പറയുന്ന D3 നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകും. അപ്പൊ ആ പിന്നെ കോളികാൽസിഫെറോളിനെ ലിവറിൽ ചെന്നിട്ടാണ് ഇത് കൺവേർട്ട് ചെയ്തിട്ട് കാൽസിഫിഡോൾ എന്നൊക്കെ പറയുന്ന രീതിയിലോട്ട് മാറി. അതിന് നമ്മൾ 25 ഹൈഡ്രോകോളികാൽസിഫെറോൾ കേട്ടിട്ട് പേടിക്കണ്ട. 25 ഹൈഡ്രോക്സി കോളികാൽസിഫെറോൾ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവറിൽ എത്തുമ്പോഴേക്കും ആദ്യം ഉണ്ടായിരുന്ന സാധനത്തിന് കോളികാൽസിഫെറോളിനെ 25 ഡീഹൈഡ്രോ കോളികാൽസിഫെറോൾ ആയിട്ട് മാറും. ഇത് സാധനം അടുത്ത സ്റ്റെപ്പ് കിഡ്നിയിലുണ്ട്. ഈ കിഡ്നിയിൽ എത്തുമ്പോൾ 125 എന്നൊരു സംഖ്യ ചേർക്കും. 125 ഡീഹൈഡ്രോ കോളികാൽസിഫെറോൾ എന്ന് വെച്ചാൽ 125 ഇരട്ടി. ഏകദേശം ഇങ്ങനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ 25 ഡീഹൈഡ്രോ കോളികാൽസിഫെറോൾ ആയിട്ട് മാറുകയും അതുപോലെ എർഗോ കാൽസിഫെറോൾ എന്ന് പറയുന്ന D2വിനെ ഇതേ ലിവർ 25 ഹൈഡ്രോക്സി എർഗോ കാൽസിഫെറോൾ, ഒന്ന് കോളികാൽസിഫെറോൾ ഒന്ന് എർഗോ കാൽസിഫെറോൾ ആയിട്ട് മാറ്റും. അപ്പൊ ഇങ്ങനെ വരുന്ന വൈറ്റമിൻ ഡി ആണ് നമ്മൾ ശരീരത്തിൽ അളക്കുന്ന വൈറ്റമിൻ ഡി. എന്ന് വെച്ചാല് ലിവറിൽ കൂടെ സ്കിന്നിൽ ഉണ്ടാക്കിയിട്ട് ഇത് ലിവറിൽ കൂടെ കടന്നു വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു വൈറ്റമിനെയാണ് നമ്മൾ സാധാരണ സിറത്തിലെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ലിവറിനാണ് തകരാറെങ്കിലോ, ലിവറിനാണ് തകരാറെങ്കിൽ ശരീരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ലിവറിന് ഇതിനെ നമ്മുടെ ശരീരത്തിൽ കാണാവുന്ന രീതിയിലുള്ള വൈറ്റമിൻ ഡി ആയിട്ട് കാണാൻ പറ്റൂല, കാണിക്കാൻ പറ്റൂല. എന്ന് വെച്ചാൽ 25 ഈ ഹൈഡ്രോക്സി കോളികാൽസിഫെറോളോ അല്ലെങ്കിൽ 25 ഹൈഡ്രോക്സി എർഗോ കാൽസിഫെറോളോ ആയിട്ട് കാണിക്കാൻ പറ്റൂല. അപ്പോൾ എന്താ സംഭവം? നമുക്ക് അപ്പോൾ രോഗികളുടെ കണക്ക് കൂട്ടുമ്പോൾ വൈറ്റമിൻ ഡി നോക്കുമ്പോൾ കുറവാണ്. തകരാറ് എവിടെയാണോ? ഈ വൈറ്റമിൻ ഡി കൊടുക്കാത്തതുകൊണ്ടാണോ? അല്ല, അവിടെ ലിവറിനാണ് തകരാറ്. അപ്പോൾ ഈ ലിവറിന് ഈ വൈറ്റമിൻ ഡി, അതുകൊണ്ടാണ് നമ്മൾ ഈ ഹെപ്പാറ്റിക് ഡാമേജ് വന്നിട്ടുള്ള ആൾക്കാർ, ലിവറിന്റെ തകരാറ്, ലിവർ സിറോസിസ് ഒക്കെ വന്നിട്ട് അടിച്ചു പോകാറുള്ള ആൾക്കാരിലും അതുപോലെ കിഡ്നി ഡാമേജ് ഒക്കെ വന്ന ആൾക്കാരിലും ഈ കാൽഷ്യത്തിന്റെ അളവിൽ വ്യത്യാസം വരികയും അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഒക്കെ കുറയുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതേ സാധനം തന്നെ അതിന് അടുത്ത സെക്കൻഡ് ഘട്ടത്തിലെ ഹൈഡ്രോക്സിലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കിഡ്നിയിലാണ് നടക്കുന്നത്. അവിടെ നേരത്തെ പറഞ്ഞ ഈ 25 ഹൈഡ്രോക്സി പിന്നെ കോളികാൽസിഫെറോളിനൊക്കെ നേരെ അടിച്ചിട്ട് 125 ഹൈഡ്രോക്സി കോളികാൽസിഫെറോൾ ആവുന്നത്. ഇതാണ് ശരിക്കുള്ള വൈറ്റമിൻ ഡി, പ്രവർത്തിക്കുന്ന വൈറ്റമിൻ ഡി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ നിങ്ങളുടെ ശരീരത്തിലുള്ള സ്കിൻ ഉണ്ടാക്കിയ ഈ വൈറ്റമിൻസ് ലിവറിലും കടന്ന് കിഡ്നിയിലും കടന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമേ ശരിക്കുള്ള വൈറ്റമിൻ ഡി ആയിട്ട് മാറുള്ളൂ. അതിനെ നിയന്ത്രിക്കുന്ന നമ്മുടെ പാരാത്ത് ഹോർമോണും ഒക്കെ. പാരാത്ത് ഹോർമോണിനെ കുറിച്ച് നമുക്കറിയാലോ. എന്ന് വെച്ചാൽ തൈറോയിഡിന്റെ മുകളിലുള്ള ഒരു ഹോർമോണാണ്, അല്ല ഈ ഒരു ഗ്രന്ഥിയാണ്. അതെന്ന് വെച്ചാൽ ചെറിയൊരു പയറിന് പണിയേക്കാൾ ചെറിയ ഒരു ഹോർമോൺ അല്ല ഒരു ഗ്രന്ഥിയാണത്. അപ്പൊ എപ്പോഴും നമ്മൾ പറയാറുണ്ട്
ഈ ഒരു അവയവത്തിന് തകരാറുണ്ടെങ്കിൽ ഇപ്പൊ തൈറോയിഡിന് മൊത്തം തകരാറുണ്ടെന്ന് വിചാരിക്കുക, അതിന് മുകളിൽ ഇച്ചിരിയുള്ള ഒരു കടുകുമണി പോലെ അല്ലെങ്കിൽ ഒരു പയർമണി പോലെ ഇരിക്കുന്ന ആ ഗ്രന്ഥിക്ക് കൂടി ചിലപ്പോൾ തകരാറ് വരും. അപ്പൊ അതുകൊണ്ട് തൈറോയിഡിന് തകരാറുണ്ടെങ്കിൽ കാൽഷ്യത്തിനും തകരാറ് വരാം, അല്ലെങ്കിൽ ഈ പരാത്ത ഹോർമോൺ തകരാറ് വരാം. ഈ പരാത്ത ഹോർമോൺ തകരാറ് പറഞ്ഞാൽ കിഡ്നിയുടെ പ്രവർത്തനത്തിൽ തകരാറ് വരാം. കിഡ്നിക്ക് തകരാറ് വരുമ്പോൾ ഇതുപോലെ അതിന്റെ മുകളിലെ പിന്നെ ഇതല്ലേ പിന്നെ അതിനോടനുബന്ധമായിട്ടുള്ള പിന്നെ മറ്റെന്തെങ്കിലും ഓർഗൻസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ തകരാറ് വരും. ഞാൻ ആന്റിരി പിറ്റ്യൂട്ടറിനെ കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്, ആന്റിരി പിറ്റ്യൂട്ടറി ആകെ പിന്നെ ഒരു പയർമണീന്റെ അത്രേ ഉള്ളൂ. ഈ ആന്റിരി പിറ്റ്യൂട്ടറി, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, ഇന്റർമീഡിയറ്റ് പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 3 ലോബും ഉണ്ട് അതിനകത്ത്. അപ്പൊ അതിനകത്ത് ആ ചെറിയൊരു ഭാഗത്തിന്റെ തകരാറ് വരുമ്പോൾ തൊട്ടടുത്ത ഭാഗത്തിനും തകരാറ് വരാം എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അതിന്റെ വലിയൊരു സ്പേസ് ഒന്നും വേണ്ട. ഒരു ട്യൂമറൊക്കെ വരുമ്പോൾ ആന്റിരി പിറ്റ്യൂട്ടറി മാത്രമായിരിക്കില്ല, അതിന്റെ അനുബന്ധമായിട്ടുള്ള അവയവങ്ങൾക്കും അല്ല അതിനായിട്ടുള്ള ബാക്കിയുള്ള ലോബുകളുടെ പാർട്ടുകൾക്കും തകരാറുകൾ വരാം. അപ്പോ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലിവറിന്റെയും ഈ കിഡ്നീന്റെയും കൂടി തകരാറുകൂടി നമുക്ക് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് ഒരു കാരണമാകും. അപ്പൊ അതുകൊണ്ട് ഈ രോഗികൾക്ക് ഈ വൈറ്റമിൻ ഡി നമ്മൾ കുറവുള്ളതിനോടൊപ്പം നമ്മൾ നോക്കേണ്ടത് അവർ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും ഈ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റുകൾ കൂടി നോക്കുക. അപ്പൊ നമ്മൾ മെഡിസിൻസ് കൊടുക്കുമ്പോൾ ഇതിനും കൂടി പറ്റിയ മെഡിസിൻസ് ഒന്ന് കൺസിഡർ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും വൈറ്റമിൻ ഡി എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഏതാ അങ്ങനെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് ഒരു മെഡിസിൻസ് ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ പറയുന്ന കുറച്ച് മെഡിസിൻസ് വളരെ ശരിയുമല്ല. അപ്പൊ ഞാൻ പറയുന്നത് അതിനകത്ത് എങ്ങനെയാണ് മെഡിസിൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഒരു ടെക്നിക്കും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ സാധാരണ നമുക്കറിയാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് വരിക സാധാരണ റിക്കറ്റ്സ്, ഓസ്റ്റിയോമലേഷ്യ, അതുപോലെ പല്ലിന് ഡെന്റൽ കാരീസ്. കുട്ടികളിലാകുമ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും ഈ കാൽഷ്യക്കുറവൊക്കെ ഡെന്റൽ കാരീസും ഉണ്ട്. പിന്നെ ടെറ്റനി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഈ ഇപ്പൊ സാധാരണ സ്ത്രീകളൊക്കെ പറഞ്ഞു മസിൽ ക്രാംസ് ഇല്ലേ, ക്രാംസ്, മസിൽ കോച്ചി വലിക്കുക എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ടെറ്റനിയൊക്കെ ഈ കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതിനകത്ത് ഈ ശരിക്കും ഈ വൈറ്റമിൻ ഡി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സാധാരണ പറയാ ഇറ്റ് ഹെൽപ്സ് അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം, ഫോസ്ഫറസ്, മെഗ്നീഷ്യം, ഇതിന്റെയൊക്കെ അബ്സോർപ്ഷനെ സഹായിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പൊ വൈറ്റമിൻ ഡി സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നാണ് നമുക്ക് പിന്നെ ഈ കാൽഷ്യം അബ്സോർബ് ചെയ്യുക. അപ്പൊ അതുപോലെ തന്നെ യൂറിനിൽ കൂടെ ഈ കാൽഷ്യം എക്സ്ക്രീറ്റ് ചെയ്യാതെയും ഒക്കെ സഹായിക്കുന്നത് ഈ വൈറ്റമിൻ ഡി ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഹോമിയോപ്പതിയിൽ നമ്മൾ മെഡിസിൻ കണ്ടുപിടിക്കുന്ന രീതി നിങ്ങൾ വിചാരിക്കുക, ഇതിനകത്ത് സ്കിന്നിന്റെ തകരാറ് കൊണ്ടാണെന്ന് വിചാരിക്കുക. ഒരുപക്ഷെ നമ്മളെ ഈ എന്താ പറയുക 5 ലെയർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ എപ്പിഡെർമിസിന്, അതിൽ അടിയിലുള്ള 2 ലെയറാണ് നമ്മൾ ആദ്യത്തെ ഘട്ടത്തിനകത്ത് ഈ വൈറ്റമിൻ ഡി ഉൽപാദനത്തിനുള്ള ശ്രമം നടത്തുന്നത്. അപ്പൊ സ്കിന്നിന്റെ ഫങ്ഷണൽ അബ്നോർമാലിറ്റി ആണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഈ ഫങ്ഷണൽ അബ്നോർമാലിറ്റീസ് നമ്മൾ സാധാരണ പറയാ നമ്മുടെ സോറയുടെ ഒരു അല്ലെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ടാണ് പറയാ അല്ലെ. അപ്പോ സൾഫർ ആയിരിക്കും സ്കിന്നിലും കൂടി ആക്ട് ചെയ്യുന്ന മെഡിസിൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു മെഡിസിൻ സൾഫർ ആയിരിക്കും. പിന്നെ ആലോചിക്കേണ്ടത് അടുത്ത് പിന്നെ അത് എങ്ങോട്ടാ പോവുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നിയിലും അതുപോലെ തന്നെ ലിവറിലുമാണ്. അപ്പൊ രണ്ടിലും ഒരുപോലെ ആക്ട് ചെയ്യുന്ന മെഡിസിൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്തായിരിക്കും? ലിവർ റെമഡി ആണ്. അതുപോലെ കിഡ്നിയിൽ കല്ല് വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ലൈക്കോപോഡിയം എന്ന് പറയും. അപ്പൊ ലൈക്കോപോഡിയാണ് അടുത്ത മെഡിസിൻ. ഈ സൾഫറും ലൈക്കോപോഡിയം കൂടി അപ്പുറം ഇപ്പുറം പറഞ്ഞാൽ നടുക്കൊരു കാൽക്കേരിയ കാർബൺ കൂടി ഫിറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാണല്ലോ. സൾഫർ കാൽക്കേരിയ ലൈക്കോപോഡിയം എന്നാണല്ലോ നമ്മൾ പറയാം. അപ്പൊ കാൽക്കേരിയ നമ്മൾ സാധാരണ കാൽഷ്യം ഡെഫിഷ്യൻസി ഇംബാലൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള മെഡിസിൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി ശരീരത്തിന് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട മരുന്നുകൾ, ഒരു പേഷ്യന്റ് അങ്ങനെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ യു ക്യാൻ തിങ്ക് അബൌട്ട് സൾഫർ, കാൽക്കേരിയ, ലൈക്കോപോഡിയം. പിന്നെ ആ ഓർഡറിൽ നിങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പേഷ്യന്റിനെ മാനേജ് ചെയ്യാം. സാധാരണ നമുക്ക് നമ്മുടെ പ്രായമുള്ള ഡോക്ടർമാരെല്ലാവരും പറയാറുള്ള മെഡിസിൻസ് ഈ പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് ഏതാ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഉടനെ കാൽക്കേരിയ ഫോസ്, കാൽക്കേരിയ കാർബ്, കാൽക്കേരിയ ഫ്ലൂർ ഒക്കെയാണ് പറയാ. കാരണം എല്ലാവരും ഇതിന്റെ ഈ അവിടെ എന്താണ് ട്രീറ്റ് ചെയ്യുന്നത്, ശരിക്കും അതിന്റെ എഫക്റ്റ് കൊണ്ട് എന്തുണ്ടാവുന്നു നമ്മൾ ഹോമിയോപ്പതിയിൽ പറയും, നമ്മൾ കോസിനെയാണ് ട്രീറ്റ് ചെയ്യേണ്ട എഫക്റ്റിനെ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വൈറ്റമിൻ ഡിന്റെ കാര്യത്തിൽ ഇപ്പൊ നിങ്ങളോട് ഭൂരിഭാഗം പേരോടും ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാവരും പറയും കാൽക്കേരിയ ഫോസും കാൽക്കേരിയ ഫ്ലൂറും ഈ പിന്നെ കാൽക്കേരിയ കാർബ് പോലുള്ള സ്ഥലങ്ങൾ. അപ്പൊ അതിന്റെ എഫക്റ്റ് ആണ് അവിടെ കാണിക്കുന്നത്. അവിടെ ഫോസ്ഫറസ് അബ്സോർപ്ഷൻ നടക്കുന്നില്ല, കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കുന്നില്ല, മാംഗനീസ് നടക്കുന്നില്ല. അപ്പൊ നമ്മൾ മാഗ്ഫോസ് കൊടുക്കാം. അതുപോലെ പെന്റാഫോസ് ചില ആൾക്കാർ കൊടുക്കാറുണ്ട്, എല്ലാ ഫോസും കൂടി ഇരുന്നോട്ടെ. അപ്പൊ അതിനകത്ത് മാഗ്ഫോസും കാൽക്കേരിയ ഫോസും എല്ലാം ഇരിപ്പുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഈ 5 ഫോസ് ചിലർ കൊടുക്കാറുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ള പിന്നെ കുറച്ച് എക്സ്പേർട്സ് ആയിട്ടുള്ള നമ്മുടെ വെറ്ററൻ ആയിട്ടുള്ള ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ബൊറാക്സ് ആണ്. ബൊറാക്സ് 30 വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് രാവിലെ ഒരു ഡോസ് വീതം കൊടുക്കാൻ പറയാറുണ്ട്. പിന്നെ ബോർഹാവിയ ഡിഫ്യൂസ, നമ്മുടെ തഴുതാമ എന്ന് പറഞ്ഞ ചെടിക്ക് അതിന് പുനർനവ എന്നൊക്കെ പറയും. ഈ പുനർനവ ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. പുനർനവ, വീണ്ടും
ആളെ പുതുക്കി പണിയാൻ പറ്റുന്ന പുനർനവാസവും ഒക്കെ ഉണ്ട് അവർക്ക്. അപ്പൊ ഈ ബൊർഹാവിയ ഡിഫ്യൂസ അത് ടിഞ്ചർ നമ്മൾ ഉപയോഗിക്കും. ക്യാപ്സിക്കം 30 4 നേരം കഴിക്കാൻ വേണ്ടി പറയാറുണ്ട്. ക്യാപ്സിക്കം 30. പിന്നെ നമ്മൾ വെയിൽ കൊള്ളുക എന്നുള്ള കാര്യം പറയാറുണ്ട്. പിന്നെ ഭക്ഷണത്തിനകത്ത് വെജിറ്റബിൾസിൽ വൈറ്റമിൻ ഡി ഇല്ലെങ്കിലും നമ്മുടെ മുതിര ഈ വൈറ്റമിൻ ഡി ഉൽപാദനത്തിന് സഹായിക്കുമെന്നാണ് ഒരു സീനിയർ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് വലിയ വലിയ വിഷയങ്ങൾ ഒന്നുമല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ സാധാരണ ക്ലാസ് എടുത്താൽ ഒരിക്കലും തീരാറില്ല. അപ്പൊ ഇന്ന് വളരെ ചെറിയ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഒരു ഫാലസിന്റെ മുകളിൽ ശരിക്കും അതൊരു വലിയ കള്ളത്തരമാണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. വൈറ്റമിൻ ഡി കുറവ് എന്നുള്ളത് ഒരു രോഗിയെ ചികിത്സിക്കേണ്ട കാര്യമല്ല. ഒരു ഇപ്പൊ ഒരു റീഡിങ് നമുക്കറിയാം, നമ്മൾ എങ്ങനെയാണ് ലോകം മുഴുവൻ രോഗികളെ പിന്നെ എന്താ പറയാ ഡയബറ്റിക് പേഷ്യൻസ് ആക്കിയെന്ന് നിങ്ങൾക്കറിയാം. ആ ഡയബറ്റീസ് നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് പറഞ്ഞിരുന്ന നോർമൽ വാല്യൂസ് 120 ആയിരുന്ന നോർമൽ വാല്യൂസ് അവർ 110 ആക്കി കഴിഞ്ഞപ്പോഴേക്കും പോപ്പുലേഷന്റെ 30% ഓഫ് അഡൾട്ട് പോപ്പുലേഷൻ അതിനകത്ത് പെട്ടു. ആ 110 എന്നുള്ളത് അവർ ഇച്ചിരി കൂടി നിർത്തി അത് 100 ആക്കി നോർമൽ വാല്യൂ അപ്പർ നോർമൽ വാല്യൂ നോക്കുമ്പോഴേക്കും 40% ആൾക്കാർ പിന്നെ ഈ നിത്യരോഗികളായി ക്രോണിക് ഡിസൈൻസി ഡിസിനകത്ത് ഉൾപ്പെട്ടു. അപ്പൊ അങ്ങനെ ഒരുപക്ഷെ ഇതിന്റെയൊക്കെ നോർമൽ വാല്യൂസ് ഇവരാണ് പിന്നെ നിയന്ത്രിക്കുന്നത്. ആ നോർമൽ വാല്യൂസ് ഇവർ പറയുന്ന ഇപ്പൊ ഇതാണ് പിന്നെ ഇത്ര ഇത് വന്ന ഇന്റർനാഷണൽ യൂണിറ്റിനകത്ത് അപ്പൊ അവർ പറയുന്ന ആ ഇന്റർനാഷണൽ യൂണിറ്റ് പിന്നെ 400 to 800 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ഡേ നമുക്ക് വേണം. അതാണെങ്കിൽ അതിന് ഡിപ്പെൻഡിങ് ഇപ്പോൾ യുവർ ഏജിനകത്ത് വേരിയേഷൻ വരാം. അപ്പൊ ഇതാണ് നിങ്ങളുടെ നോർമൽ വാല്യൂ എന്ന് അവരങ്ങ് പ്രഖ്യാപിക്കുകയും നിങ്ങൾ എല്ലാവരും കാൽഷ്യം അല്ല ഈ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള രോഗികളായിട്ട് മാറ്റപ്പെടുകയും ചെയ്തു. വിറ്റമിൻ ഡി നേരത്തെ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ശരീരം ഉണ്ടാക്കണം. സാധാരണ ആനിമൽ ഫുഡിൽ നിന്ന് കുറച്ചേ കിട്ടുള്ളൂ. ഈ ആനിമൽ ഫുഡിനെ പ്രോസസ്സ് ചെയ്തിട്ട് അവിടുന്ന് വൈറ്റമിൻ ഡി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. അപ്പൊ അതിൽ എളുപ്പമാണ് നേരത്തെ പറഞ്ഞ പോലെ H2 ഹൈഡ്രജൻ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ട് നമുക്ക് വാട്ടർ ഉണ്ടാക്കാം. അങ്ങനെ നല്ല ശുദ്ധമായ വാട്ടർ കിട്ടും എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് പ്യൂർലി കെമിക്കൽ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ഡി ആണ് ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വൈറ്റമിൻ ഡി ലഭിക്കുമ്പോൾ നമ്മുടെ രോഗികളെല്ലാവരും നമ്മുടെ സാധാരണക്കാരെല്ലാവരും കഴിക്കുമ്പോൾ പല ഈ മെനോപോസ് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പൊ അവർ പറയുന്നതാണ് കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ട്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ നമ്മളത് കഴിക്കുന്നു, നമ്മളപ്പോൾ കൊളസ്ട്രോൾ രോഗികളായിട്ട് മാറുകയാണ് ചെയ്യുക. ഇങ്ങനെയുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബന്ധം നമ്മുടെ ഫിസിയോളജി ടെസ്റ്റിൽ ഉണ്ടായിട്ടും നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസരം ഉപയോഗിച്ചത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ക്ലാസ് വളരെ പെട്ടെന്ന് തീർന്നു പോയതിൽ എനിക്ക് വിഷമമുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സംശയങ്ങളും എല്ലാം ഇന്ന് ബാക്കി ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ് ഹിയറിംഗ്. ക്ലാസ് പെട്ടെന്ന് തീർന്നു പോയതിൽ ഡോക്ടറെ പോലെ തന്നെ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അപ്പൊ ഇനി ഒന്നുകിൽ പറയാൻ ഇഷ്ടം പോലെ ആൾക്കാർക്ക് പറയാനുണ്ടാവും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ സാധാരണ ഞാൻ പറഞ്ഞില്ല, ഒരു വിഷയം പറഞ്ഞാൽ ഞാനിത് പറഞ്ഞു 3 ദിവസമായി പോകുന്ന എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് കുറച്ച് ഇത് വലിയ കള്ളത്തരത്തെ നമ്മൾ അനാവരണം ചെയ്യാണ്. ഇതിനെക്കുറിച്ച് മാത്രമാണ്, കാരണം ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള രേഖകളൊന്നും നമുക്കില്ല, കാര്യങ്ങളാണ്. അപ്പൊ നോക്കുമ്പോൾ ഇത് ലോകത്ത് 1-2 പേര് ഇതേ ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് 2-3 പേര് കൈവയ്ക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ആശയങ്ങളോട് പറയാം, ഇതുപോലുള്ള സമാനമായ കള്ളത്തരങ്ങളെ കുറിച്ചിട്ട് പറയാം. അതാണ് എന്തെങ്കിലും അവരുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഒക്കെ ആയിട്ട് നമുക്ക് ബാക്കി സമയം തീർക്കാം. എന്തായാലും ശ്രീധരക്കുറുപ്പ് സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാർ അൺമ്യൂട്ട് ചെയ്തേ. കേക്കാവോ? എനിക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ളത്, ക്ലാസ് വളരെ നന്നായിരുന്നു, ഉഗ്രമായിരുന്നു. പക്ഷെ എനിക്കൊന്ന് 2 സംശയങ്ങളുണ്ട്. ഒന്ന്, ഇത് 400-800 ഇന്റർനാഷണൽ യൂണിറ്റ് ആണല്ലോ പറഞ്ഞിരിക്കുന്നത് വിറ്റമിൻ ഡിയുടെ. അത് ഗ്രോയിങ് ചിൽഡ്രനും പ്രഗ്നൻസിയിലും ലാക്ടേഷനും അതുപോലെ കൺവാലസൻസിലും ഒക്കെ അത് മതിയാകുമോ? അതുകൊണ്ടല്ല, അതിനകത്ത് അങ്ങനെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഏജും അതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അത് ഏജിനനുസരിച്ചും ഇതുപോലെ പ്രഗ്നൻസി പിന്നെ ലാക്ടേഷൻ അതിനനുസരിച്ചെല്ലാം വ്യത്യാസം വരും സാർ. ഞങ്ങളുടെ ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ്, അതിൻ്റെ അകത്ത് 2-3 ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അവരൂടെ ടെസ്റ്റ് ചെയ്ത് 20 പേരോടും ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരാളെ മാത്രമേ കറക്റ്റ് ആയിരുന്നുള്ളൂ, ബാക്കിയുള്ളവർക്കൊക്കെ ഡെഫിഷ്യൻസിയാണ്. അന്നേരം നമ്മൾ ഓഫ്കോഴ്സ് ഞാൻ പറഞ്ഞ മുഴുവൻ കേട്ടിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. അതായത് ഈ വിറ്റമിൻസ് ഡെഫിഷ്യൻസി
വിറ്റമിൻസ് കഴിച്ചുകൊണ്ട് മാത്രം ഡെഫിഷ്യൻസി ശരിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പലപ്പോഴും അതായത് വായിൽ ഇത് വരുമ്പം വിറ്റമിൻ B1 B6 B12 ഡെഫിഷ്യൻസി ആണെന്ന് പറഞ്ഞിട്ട് മരുന്ന് കഴിച്ചിട്ട് കുറയാതെ വന്ന പല കേസുകളും ഞാൻ നമ്മുടെ ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് കുറച്ചിട്ടുണ്ട്. അതൊരു കേസ്. പിന്നെ അത് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ പോലൂടെ ചില കേസുകളിൽ ചിലപ്പം നമുക്ക് കൺവാലസൻസിലെ, ചിലപ്പോൾ പ്രഗ്നൻസിയിലെ, ചിലപ്പം ലാക്ടേഷൻ പീരീഡിലൊക്കെ ചിലപ്പം നമുക്ക് സാധാരണ ഫുഡുകൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ കഴിക്കേണ്ടതായിട്ട് വരികയല്ലേ എന്ന് എനിക്കൊരു സംശയം, ഒരു ഡൗട്ട്. ഡോക്ടർ അതിനെ എങ്ങനെ പ്രതികരിക്കുന്നു? ഇതൊന്നേ ആയുള്ളൂ. ചോദ്യങ്ങളുണ്ട്, സമയമുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാൻ ഇതിന്റെ ഉത്തരം പറഞ്ഞിട്ട് അടുത്തോട്ട് പോകാം. അതെ, അല്ല മറന്നു, ഞാനും മറന്നുകൊണ്ട്. അതെ. അപ്പൊ ഒന്നിനകത്ത് സാറ് പറഞ്ഞല്ലോ, ഒന്ന് ശരീരം ഫങ്ഷണലായിട്ട്, നമ്മുടെ ശരീരം പിന്നെ അതിന്റെ ഫങ്ഷണലായിട്ട് കറക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഈ സാറ് പറയുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിന് വൈറ്റമിൻ സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോ നമ്മുടെ ശരീരത്തിന്റെ ഫങ്ഷണലായിട്ട് നമ്മൾ അബ്നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻ, നേരത്തെ പറഞ്ഞ പോലെ ഒരു കൺവാലസൻസ് സ്റ്റേജ്, ഒരു പ്രഗ്നൻസി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു സർജറി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട്, ഇങ്ങനെയുള്ള ശരീരത്ത് നമ്മൾ വൈറ്റമിൻ ഡി സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കുമെന്നൊന്നും കരുതാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ ബയോകെമിക്കൽ നമ്മൾ നറിഷിംഗ് ആയിട്ട്, നമ്മുടെ ഹോമിയോപ്പതി തന്നെ പറയുന്നുണ്ടല്ലോ, ശരീരത്തിന് ശേഷി കുറവാണെങ്കിൽ നമ്മൾ നറിഷ്മെന്റ് കൊടുക്കണം. അതുകൊണ്ട് തന്നെയാണ് വൻമൻ രോഗികൾ കൊടുക്കേണ്ട ഫുഡ് റെസ്ട്രിക്ഷനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞത്. അപ്പൊ ആ ഈസിലി അബ്സോർബിൾ ഫോം ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് പോലെ തന്നെ ആ സമയത്ത് വൈറ്റമിൻ ഡി കൊടുക്കാം. പക്ഷേ ഈ സാറ് പറഞ്ഞില്ലേ, 20 പേര് നോക്കിയതില് ഒരാളുടെ മാത്രം വൈറ്റമിൻ ഡി നോർമൽ ആവുകയും ബാക്കി എല്ലാവരുടെയും കുറവാണ് എന്ന് പറയുന്ന രീതിയിൽ തന്ത്രപൂർവ്വം മാറ്റുന്നതിനെയാണ് നമ്മൾ ജാഗരൂകമായിരിക്കേണ്ടത്. ഇപ്പൊ ഇതിനകത്ത് മുമ്പ് ബി.എം. ഹെഗ്ഡെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ പല കാര്യങ്ങള് ഈ നോർമൽ വാല്യൂസ് കണ്ടെത്തുന്ന രീതിയെ കുറിച്ചിട്ട് പറയാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ BP 120/80 എന്ന് കണ്ടെത്തുന്നതിനെ കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത്, ഇത് കണ്ടെത്തിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 10 എളുപ്പത്തിന് പറയാണ്, ഒരു 10 പേഷ്യൻസിനെ നേരെ നിർത്തി എന്ന് വിചാരിക്കുക. എന്നിട്ട് ഈ 10 പേഷ്യന്റിന്റെ BP നോക്കുന്നു. ഒരാളുടെ ഇതുപോലെ ഒരു 200 ആയിരിക്കും. അത് താഴെ ഉള്ളവന്റെ ചിലപ്പോ ഇതുപോലെ 80-60 ആയിരിക്കും. ഇതിനിടയ്ക്ക് ബാക്കിയുള്ളവരെല്ലാം പെടും. 200-100കാരനുണ്ടാവും, അതുപോലെ തന്നെ 180-90കാരനുണ്ടാവും. അങ്ങനെ ഒരു മൊത്തം ഈ 10 പേരെ ഏറ്റവും ടോപ്പ് മുതൽ താഴെ വരെയുള്ള റാൻഡം ആയിട്ടുള്ള ആൾക്കാരെ എടുത്തിട്ട് ഇതെല്ലാവരും കൂടി കൂട്ടിയിട്ട് ഈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ടാണ് നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. ആ നോർമൽ വാല്യൂ ഉള്ള ഒരാൾ പോലും അവിടെ ഉണ്ടാവില്ല. നമ്മൾ ആ നോർമൽ എന്ന് വെച്ചാൽ 120 എൺപുള്ള ഒറ്റയാൾ പോലും ഈ 10 പേരിൽ ഉണ്ടാവില്ല. പക്ഷെ എന്ത് പറയുന്നു, ഇതാണ് നോർമൽ വാല്യൂ, ബാക്കിയുള്ളവരെല്ലാം ഐതർ കൂടുതൽ ഒന്നുകിൽ കുറവ്. എങ്ങനെയാണ് ഇത്ര ഈ പ്രഷറിനെ കുറിച്ചിട്ടുള്ള ഈ കൺസെപ്റ്റുകളും അല്ലെ പല നോർമൽ വാല്യൂസും കണ്ടെത്തിയത്. അപ്പൊ ഇത് എത്ര എത്ര മൊട്ടത്തരാണെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇതിനെ നമ്മൾ പറയുന്നുണ്ട്, ഓരോ മനുഷ്യനും ഓരോ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്, വ്യക്തിത്വമുള്ളവരാണ്, വ്യക്തികളാണ് എന്ന് നമ്മൾ പറയുകയും, എന്നിട്ട് ഈ നോർമൽ വാല്യൂവിനെ വെച്ചിട്ട് ഇയാളുടെ കാല് നീളം കൂടുതലാണോ, നമുക്ക് മുറിച്ച് കളയണോ, അല്ലെങ്കിൽ ഇയാൾക്ക് വലിച്ചു കിട്ടി കട്ടിൽ ഭാഗമാക്കണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്. പിന്നെ സാർ പറഞ്ഞ ആഫ്റ്റസിന്റെ കാര്യം, ആഫ്റ്റസിനെ കുറിച്ച് ഒരു പോയിന്റ് പറയാറില്ലെന്ന് വെച്ചാല്, ആഫ്റ്റസ് വൈറ്റമിൻ ബി നമ്മൾ എല്ലാവരും ബി കോംപ്ലക്സ് അവർ പറയാറുണ്ട്, നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആഫ്റ്റസിന്റെ കോസിനകത്ത് പറഞ്ഞിട്ടുണ്ട് മൾട്ടി ഫാക്ടോറിയൽ ആണ്. അതിൽ ഒരു കോസ് മാത്രമാണ് വൈറ്റമിൻ ബി കോംപ്ലക്സ് ഡെഫിഷ്യൻസി. പക്ഷെ ഭൂരിഭാഗം ഡോക്ടർമാര് ഓൺലി തിങ്ക് അബൌട്ട് ദാറ്റ് വൈറ്റമിൻ ബി കോംപ്ലക്സ് ഡെഫിഷ്യൻസിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അതേസമയം വായില് ആഫ്റ്റസ് ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിൽ ഗംസിനോ അല്ലെങ്കിൽ ടോൺസിൽ ഇൻഫ്ലമേഷനോ അതുപോലെ ഈസോഫാജൈറ്റിസോ ഗ്യാസ്ട്രിക് പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ വായിൽ പുണ്ണ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമോഷണൽ പ്രോബ്ലംസും ഉണ്ട്. നമ്മൾ ഉറക്കം വന്നു കഴിഞ്ഞാൽ വരും, ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിച്ചാൽ വരും, ഉറക്കൊഴിഞ്ഞു കഴിഞ്ഞാൽ വരും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാസവസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ചാൽ വരും. ഇങ്ങനെ പല കാരണം കൊണ്ട് ആഫ്റ്റസ് വരും. പക്ഷെ അലോപ്പതിക്കാര് അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ബി കോംപ്ലക്സ് എഴുതും. നമ്മളാണെങ്കിൽ അതെല്ലാം മൽസോളോ ബൊറാക്സോ ആഴ്സാൾബ് ഏതാണെന്ന് നോക്കിയതിന് അതിനനുസരിച്ച് എഴുതും. അപ്പൊ അതിനകത്ത് വൈറ്റമിൻ ഇതിനെ കുറിച്ച് പറയുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ നമ്മൾ ആ കണ്ടീഷനെ കൂടി നോക്കിയിട്ട്, ന്യൂട്രീഷൻ ആണെങ്കിൽ ന്യൂട്രീഷനായിട്ട് ആവശ്യമാണ് എന്നാൽ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കണ്ടെന്നുള്ള എതിരെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവര് പറയുന്നത് ഒരു കച്ചവടത്തിനുള്ള ഒരു സാധനമാണെന്നും ആ കച്ചവട ഒരു താല്പര്യത്തിൽ നമ്മൾ പെട്ടുപോകരുതെന്നും മാത്രമാണ്. എന്റെ അടുത്ത ചോദ്യം ചോദിക്കാവോ സാറേ? ഒരു 4 പേര് വേറെ ഹാൻഡിൽ ഞാൻ പെട്ടെന്ന് മിനിറ്റുണ്ട്, വേണമെങ്കിൽ ചോദിക്കുന്നില്ല, ഇവിടെ ഇപ്പൊ നിർത്തിയേക്കാം. പിന്നെ സമയം ചുമ്മാ കിടക്കും. 20 മിനിറ്റ് ഉണ്ട്. അല്ല, അവസാനം സാറിലേക്ക് തിരിച്ചു വരാം. ഓക്കെ. ഓക്കെ.
സാർ എന്നാ ശരി, രണ്ടാമത്തെ ആളെ ഇനി ചോദിക്കട്ടെ. അടുത്തത് ഇവരിലൊക്കെ പോയിട്ട് നമ്മൾ സാറിലേക്ക് ബന്ധിപ്പിച്ചു. അതെ, ഓക്കെ അതെ. ഓക്കെ സാറിന്റെ അറിവുകൾ തീരില്ലാത്തതുകൊണ്ടാണ് സാറിന് സംശയങ്ങളും അതാണ് കൂടെ നമ്മൾ സാറിന് പഠിച്ചാളി ചോദിക്കട്ടെ. സാറിനാണെങ്കിൽ ഇപ്പൊ ഈ സമയം ഒന്നും കഴിയാതെ വന്നത് ക്ലാസ്സിന്. ഓക്കെ, ജയലളിത ഡോക്ടറെ ശരി ശരി. ജയലളിത ഡോക്ടറെ. മനോജ് ഡോക്ടറെ, നല്ല സെഷൻ ആയിരുന്നു. എനിക്ക് പറയാനുള്ള ബർട്ടിന്റെ ടെക്സ്റ്റില് സൈലീഷ്യ നമ്മളുടെ ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി, അതായത് സംഭവം അവിടെ ഉണ്ട്, അത് അബ്സോർബ് ചെയ്ത് അത് ആ ഒരു സിന്തസിസ് അവിടെ നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ് സൈലീഷ്യ. അപ്പൊ അത് ജസ്റ്റ് ഞാനൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വ്യക്തി ക്ഷീണിച്ച് വന്ന കാരണം അവരുടെ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്ന് കണ്ടുന്നു. അങ്ങനെ കണ്ടപ്പോ അവര് വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എടുത്തുന്നു. അങ്ങനെ എടുത്തതിന് ശേഷമാണ് അവരുടെ ബോഡിയിൽ സ്റ്റോൺ ഉണ്ടെന്നുള്ളത് മനസ്സിലായത് ആ വ്യക്തിക്ക്. അവരെന്നിട്ട് എന്ത് ചെയ്തു വെച്ചാല് ഈ വൈറ്റമിൻ ഡി എടുത്ത് കാൽസ്യം സപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പിണ്ടി സ്റ്റോണിന്റെ വിഷയം പുറത്തേക്ക് വന്ന് പെയിനും സിവിയർ ആയിട്ട് വന്നു. എന്നിട്ട് പിന്നെ അവരെന്തോ സർജറി ഒക്കെ ചെയ്തു. അപ്പൊ കേസ് ഹിസ്റ്ററി എടുത്തപ്പോ കിട്ടിയതായത് അങ്ങനെ എടുത്ത് സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ഇവർക്ക് സപ്ലിമെന്റേഷൻ പിന്നെ കൊടുക്കാമോ ഇല്ലയോ എന്നാണ് പേഷ്യന്റ് ചോദിച്ചു വന്നത്. പേഷ്യന്റ് വെജിറ്റേറിയൻ ആണെങ്കിൽ അതൊരു ചോദ്യം. പിന്നെ വെജിറ്റേറിയൻ ആണെങ്കിൽ മുട്ട കഴിക്കാത്തവര്, മീൻ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? സ്റ്റോണും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് എടുക്കാമോ? ഈ 3 സംശയമാണ് എനിക്കുള്ളത്. ഓക്കെ. ഓക്കെ. ഇതിനകത്ത് പിന്നെ ഒന്ന് ഡോക്ടർ പറഞ്ഞ ആദ്യത്തെ ഒരു കാര്യം, സൈലീഷ്യനെ കുറിച്ച് പറഞ്ഞത് ലോസ് ഓഫ് പിന്നെ അസിമിലേഷൻ എന്ന് തന്നെയാണ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒരാളുടെ ശരീരം നന്നാവും തിന്നാത്തതുകൊണ്ടല്ല, ലോസ് ഓഫ് അസിമിലേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് യൂസ് ചെയ്യാത്തതാണ്. അതിനകത്ത് ജനറൽ ആയിട്ട് പറഞ്ഞതിനെ അതിന് നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസിക്ക് ഉപയോഗിക്കാം. വേറെ വാട്ടർ മേബിന്റെ ഡെഫിഷ്യൻസി, ഏത് ഡെഫിഷ്യൻ, കാരണം ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ പിടിക്കാതെ വരുന്ന എല്ലാ കണ്ടീഷനകത്തും സൈലീഷ്യ ചിന്തിക്കാം. അതിനകത്ത് ആ ഒരു ജനറലൈസേഷൻ വെച്ചിട്ട് നമുക്ക് സൈലീഷ്യ അവിടെ പിന്നെ നമ്മൾ വൈറ്റമിൻ ഡെഫിഷ്യൻസിക്ക് ഉപയോഗിക്കണം. ഡോക്ടർ ഇത് ഓർപ്പിച്ചത് നന്നായി. ഞാൻ അല്ലെങ്കിൽ ഈ ലോജിക്ക് ഉപയോഗിച്ചാൽ ഞാൻ അധികം ഈ ലോജിക്കൽ പ്രിസ്ക്രിപ്ഷൻ നടത്തുന്ന ഒരാളാണ്. ആ ഒരു പോയിന്റിൽ അത് ശരിയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അവിടെ കാൽഷ്യം കഴിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിന് ഈ ബോധമുള്ളവന്റെ അടുത്ത് ആയുധം കൊടുക്കണം എന്ന് പറയും. നമ്മൾ ബോധമില്ലാത്ത ഒരുത്തിന്റെ അടുത്ത് ആയുധം കിട്ടിക്കഴിഞ്ഞാൽ എത്ര നല്ല ആയുധമാണെങ്കിൽ അവൻ എവിടെയൊക്കെ കൊണ്ടുപോയിട്ടാണ് മുറിക്കുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഈ മെനോപോസിസ് അതിന്റെ സമയത്ത് നമുക്ക് പിന്നെ കാൽഷ്യം ഡെഫിഷ്യൻസീസ് വരാറുണ്ടല്ലോ. കാൽഷ്യം നമ്മൾ പിന്നെ ഓസ്റ്റിയോപൊറോസിസും അങ്ങനെയുള്ള ഓസ്റ്റിയോലൈസിസ് അങ്ങനെയൊക്കെ വരാറുണ്ട്, കണ്ടീഷൻസ് വരാറുണ്ട്. ആ ശരീരത്തിന് നമ്മൾ കാൽഷ്യം കൊടുത്താൽ എന്താ സംഭവിക്കുക എന്നറിയാമോ? എന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് സ്വന്തം ശരീരത്തിലുള്ള കാൽഷ്യം തന്നെ മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ അറിയില്ല. അത് കളഞ്ഞിട്ടാണ് ഈ നമ്മുടെ എല്ലുവേദന മുട്ടുവേദന എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്ന് വെച്ചാൽ പിന്നെ ഈ സ്വന്തം ശരീരത്തിലുള്ള കാൽഷ്യം തന്നെ മൂത്രത്തിക്കൂടെ പുറത്ത് കളഞ്ഞിട്ട് പിന്നെ ശരീരത്തിന് അസുഖം പിടിപ്പിക്കുന്ന നമ്മുടെ വൈറ്റൽ ഫോഴ്സിന്റെ അടുത്ത് കുറച്ചുകൂടി കാൽഷ്യം കൊടുത്ത് ഈ ചങ്ങായി അവിടെ കൊണ്ടുവന്നിരുന്നു എന്താ ഉറപ്പാവുള്ളത്? അവിടെ ഇടൂല. കാരണം നമ്മൾ കുറെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഇട്ടെന്ന് വരാം. പക്ഷെ അവിടെ ഇടുന്നതിന് കൂടെ ഇവനെന്ത് ചെയ്യും? പിത്താശയത്തിനും കുറച്ച് കൊണ്ടുവന്ന് അവിടെ കൊടുത്തിട്ട് പിത്താശയക്കല്ല് ഉണ്ടാക്കും, കുറച്ച് കിഡ്നിയിൽ കൊണ്ടുവന്നിട്ട് അവിടെ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടാക്കും. അപ്പൊ ഈ ബോധമുള്ള ശരീരത്തിന്റെ അടുത്ത് ഈ സാധനം കൊടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ മെഡിസിൻ കൊടുത്തിട്ട് ഇന്റേണൽ കറക്ഷൻ നടത്തിയതിനു ശേഷം ഇനി കാൽഷ്യം ഫോസോ അല്ലെങ്കിൽ കാൽക്കരിയം ഫോസോ കാൽക്കരിയം ഫ്ലോറോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ശരീരത്തിന് അത് യൂട്ടിലൈസ് എന്ന് വെച്ചാൽ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനുള്ള വൈറ്റാലിറ്റി ഇല്ലാത്ത ഒരാളുടെ അടുത്ത് നമ്മൾ കാൽഷ്യം ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ അത് കിഡ്നി സ്റ്റോണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്നുമല്ല, നമ്മുടെ ഓസ്റ്റിയോമ എന്നൊക്കെ പറഞ്ഞാൽ എവിടെയെങ്കിലും മുട്ടിക്കഴിഞ്ഞാലൊക്കെ കാൽഷ്യം അടിഞ്ഞിട്ട് അവിടെ ഇത് വരുന്നില്ലേ, പൊങ്ങി വരുന്നില്ലേ? അതുപോലെ തന്നെ ഈ മെനോപോസായ സ്ത്രീകളിലാണ് നമ്മൾ സാധാരണ കാൽക്കൈനസ് സ്പറൊക്കെ കൂടുതൽ ഉണ്ടാകുന്ന വെച്ചാൽ അവിടുന്ന് കാൽഷ്യം എടുത്തുകൊണ്ടിട്ട് അപ്പുറത്ത് കൊണ്ടോട്ട് ഒരു മുള കൊടുക്കും, അല്ലെ? ഒരു മുള്ളു പോലെ ഉണ്ടാക്കും. ഈ ശരീരത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു വിറ്റ്ലിഗോ വരുമ്പോ ഈ വിറ്റ്ലിഗോന്റെ ഒപ്പം വേറെ കുറെ അടുത്ത് ബ്ലാക്ക് സ്പോട്സും കാണാം. എന്ന് വെച്ചാൽ ഇവിടുന്ന് പിന്നെ ആ നമ്മുടെ മെലനോസൈറ്റ്സിനെ എടുത്തുകൊണ്ടിട്ട് വേറെടുത്ത് കൊണ്ടുപോയിട്ട് അവിടെ നേവസ് നമ്മുടെ കാക്കപ്പുള്ളി പോലെ വരികയും ചെയ്യും, ഇപ്പുറത്തിട്ട് വെളുത്തിട്ടും വരും. അപ്പൊ എന്താ അവിടെ ഫങ്ഷൻ അബ്നോർമാലിറ്റി ആണ്. ഇവന് തോന്നിയ പോലെ ശരീരം ചെയ്യാണ്. അവിടെ എടുത്തു കൊണ്ടിട്ട് അപ്പുറത്ത് കൊണ്ടുവന്നു, അപ്പുറത്ത് എടുത്തുകൊണ്ടു ഇപ്പുറത്ത് ഇടുന്നു. അപ്പൊ ഇവനെ നേരെയാക്കിയാൽ മാത്രമേ, എന്ന് വെച്ചാൽ സോറിക്കായിട്ടുള്ള ഫങ്ഷണൽ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ആ പിന്നെ വിറ്റ്ലിഗോ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സെയിം ഈസ് ആപ്ലിക്കബിൾ ഹിയർ. പിന്നെ ഈ കാൽഷ്യം എങ്ങനെയാണ് ആനിമൽസ് വെജിറ്റേറിയൻസിന് കിട്ടുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് എന്നോട് പലപ്പോഴും ചോദിക്കാറില്ല. ഞാൻ വളരെ ഈസി ആയിട്ടുള്ള ഉത്തരം പറയാറുണ്ട്. ഈ പന്നിയിറച്ചി, ഞാൻ പിന്നെ നോൺ വെജിറ്റേറിയനും ഒക്കെയാണ്.
പിന്നെ എല്ലാ മതക്കാരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഈ പന്നീന്റെ മേത്ത് ഇത്രയും നെയ്യ് വന്നിട്ട് പന്നി ബിരിയാണി എന്നിട്ടാണോ? ഒറ്റ ചോദ്യമുള്ളൂ. ഈ പന്നീന്റെ മേത്ത് വലിയ ഫാറ്റ് കട്ടയായിരിക്കും. അപ്പൊ ഇതിന് നെയ്ച്ചോറ് കൊടുത്തിട്ടാണോ ബിരിയാണി എന്നിട്ടാണോ ഈ പന്നീന്റെ മേത്ത് ഇത്രയും ഫാറ്റ് വരും? അപ്പൊ ഇത്രയും ചോദ്യമുള്ളൂ. ഈ പശുവിന് നിങ്ങൾ എന്ത് കാൽഷ്യം കൊടുത്തിട്ടാണ് ഈ പശുവിന്റെ പാലിനകത്ത് ഇത്രയും കാൽഷ്യം വന്നത്? കോഴിക്ക് നിങ്ങൾ എന്ത് കൊടുത്തിട്ടാണ് ഇതിന്റെ മുട്ടേനെ മുകളിൽ ഇത്രയും കാൽഷ്യം വരുന്നത്? അപ്പൊ അതേപോലെ ഈ പ്രകൃതിയിലെ ഈ പുല്ലിനകത്തും അത് തിന്നുന്ന ഈസി ആയിട്ടുള്ള സാധനങ്ങളിനകത്തും ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനെ ശരീരം സ്റ്റോർ ചെയ്യുന്നുണ്ടോ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ശരീരത്തിന് ആ ഒരു കപ്പാസിറ്റി ഉണ്ടാവുക. പിന്നെ ഈ വെജിറ്റേറിയൻസ്, വെഗാൻസ്, അബ്സല്യൂട്ട്ലി ഞാൻ 13 കൊല്ലം വെഗാൻ ആയിരുന്നു. എന്ന് വെച്ചാൽ ഇറച്ചി, മീനും, മുട്ടയും, പാലും ഒന്നും കഴിക്കില്ലാത്ത വെജിറ്റേറിയൻ ആയിട്ട് ഞാൻ 13 കൊല്ലം ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പോ എനിക്ക് എന്നിട്ട് ഒരു കുഴപ്പവും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് മാറാനുള്ള വേറെ വേറെ സാഹചര്യങ്ങൾ കൊണ്ടാണ്. അപ്പോ ഈ ഒരു അങ്ങനെയുള്ള ഒരു ബ്രാഹ്മൺ കുടുംബത്തിലോ ഒക്കെയുള്ള ആൾക്കാർ കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ടൊന്നും എപ്പോഴും അവർക്ക് ഇതുപോലെ മെനോപോസ് ഒക്കെ ആകുമ്പോഴാണ് ഈ കാൽഷ്യം ഡെഫിഷ്യൻസി ഒക്കെ വരുന്നത്. അപ്പൊ അവിടെ കുഞ്ഞുമക്കൾക്ക് നമ്മൾ എന്തുകൊണ്ടാണ് മുത്താറി കൊടുക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചാൽ മതി. 7 മാസത്തിന് നമ്മൾ അതിന്റെ ഒരു ഓർഡർ പറയാറുണ്ട്. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ വടക്കൻ ജില്ലകളിൽ പറയുന്ന രീതി എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ കുഞ്ഞ് ജനിച്ചിട്ട് നമ്മൾ 6 മാസത്തിൽ കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ 2 മാസം ഈ വാഴയ്ക്കാപ്പൊടി എന്ന് വെച്ചാൽ നമ്മൾ പറയാറില്ല, ഒന്നിൽ ഏത്തവാഴന്റെ പൊടി അല്ലെങ്കിൽ മണ്ണൻ എന്ന് പറയുന്ന ചുണ്ടിലക്കണ്ണൻ എന്നൊക്കെ പറയുന്ന ആ കായന്റെ പൊടിയാണ് കൊടുക്കുക. അത് 2 മാസം കഴിഞ്ഞിട്ട് അതിൽ 5 മാസത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ 7-ാം മാസത്തുമ്പോൾ പിന്നെ നമ്മൾ പറയും മുത്താറി പൊടി കൊടുക്കാൻ പറയും. കാരണം 7-ാം മാസത്തിലാണ് പല്ല് മുളയ്ക്കാൻ തുടങ്ങുക, 7 to 8 months. അപ്പൊ കാൽഷ്യം വേണം. അപ്പൊ ആ കാൽഷ്യം കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഫുഡ്. അതുകൊണ്ട് നിങ്ങൾ കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ചിന്തിക്കേണ്ട ഏറ്റവും നല്ല സാധനം എന്ന് വെച്ചാൽ റാഗി എന്നൊക്കെ പറയുന്ന ആ ബ്രൗൺ കളറുള്ള മുത്താറി. അതിന്റെ കവറിങ് കളയരുത്. സാധാരണ അമ്മമാര് കുട്ടികളുള്ള സ്നേഹം കൊണ്ട് അതിന്റെ കവറിങ് എല്ലാം കളഞ്ഞ് നല്ല മൈദപ്പൊടി പോലെ ആക്കും. അപ്പൊ മൈദപ്പൊടി പോലെ ആക്കി കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ വരും. പക്ഷെ അതിന്റെ കവറിങ് മുഴുവൻ ഉണ്ടെങ്കിൽ കുട്ടിക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ല, സുഖമായിട്ട് വയറ്റിൽ നിന്ന് പോകും. അപ്പൊ ആ പ്രായത്തിലാണ് 7 to 8 month നമ്മൾ ഈ മുത്താറിപ്പൊടി കൊടുക്കും. അപ്പൊ പല്ലെല്ലാം മുളച്ചു വരുന്ന കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഈ മിക്സ്ഡ് ആയിട്ടുള്ള ഗ്രെയിൻസ്, ഇപ്പൊ നവധാന്യങ്ങൾ എന്ന് പറയും, നമ്മുടെ ഈ അംഗൻവാടിയിലൊക്കെ കിട്ടുന്ന സാധനം നവധാന്യങ്ങൾ എന്ന് പറയുന്ന രീതിയിലുള്ള സാധനമൊക്കെ തന്നെയാണ്. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ അതിനകത്ത് അവർ പഞ്ചസാര ചേർക്കുന്നു എന്നുള്ളതാണ് അത് കുട്ടികൾക്ക് അസുഖം ഉണ്ടാക്കുന്നത്. ആ പഞ്ചസാര കൂടി ചേർക്കാതെയാണ് അവരത് ഉണ്ടാക്കുന്നതെങ്കിൽ അതൊരു നല്ല ന്യൂട്രിയന്റ് ആയി മാറിയാണ്. അപ്പൊ ഇത്രയാണ് ഡോക്ടറെ ആ കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്. ഏറ്റവും ഫുഡിൽ നിന്ന് വെജിറ്റബിൾസിൽ നിന്ന് കിട്ടും. പാവയ്ക്കലുണ്ടെന്ന് പറഞ്ഞാൽ ലീഫി വെജിറ്റബിൾസ് കാൽഷ്യം ഉണ്ട്. പിന്നെ ഇതുപോലെ മുത്താറിലാണ് ഏറ്റവും കൂടുതൽ കാൽഷ്യം ഉള്ള ഒരു ഗ്രെയിൻ. പിന്നെ നമുക്ക് ഒരു സാധനം വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കാൽഷ്യം സാൻഡോസും പുളിയോ കുമ്മായപ്പൊടിയോ വാരി തിന്നിട്ടോ ചോക്ക് തിന്നിട്ടോ കാര്യമില്ല. നമുക്ക് അയൺ ഡെഫിഷ്യൻസിക്ക് ഇരുമ്പാണി വിഴുങ്ങിയിട്ടും കാര്യമില്ല. അതിനകത്ത് പറയുന്ന എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ മൊത്തമുള്ള ഇരുമ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു ആണി ഉണ്ടാക്കാനുള്ള ഇരുമ്പില്ല, ഒരു മുള്ളാണി ഉണ്ടാക്കാനുള്ള ഇരുമ്പ് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ അതിനകത്ത് വളരെ കുറച്ച് ഒരു എമൗണ്ട് മാത്രമേ കുറഞ്ഞിട്ടുണ്ടാവുള്ളൂ. എന്നിട്ടാണ് നമുക്ക് ഇത്രയും സിംറ്റംസ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും അയൺ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ശരീരത്തെ എലിമിനേറ്റ് ചെയ്യും. ആ എലിമിനേറ്റ് ചെയ്യുമ്പോഴാണ് സ്റ്റൂളിൽ മുഴുവൻ കറുപ്പ് നിറത്തിൽ വരുന്നത്. ഈ ശരീരം അതിനെ വിസർജിച്ച് കളയുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇത് ഈ അയൺ കൊടുക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രവർത്തിക്കാൻ ശേഷിയുള്ള ശരീരത്തിന്റെ മുകളിലാണ് ഈ ശരീരത്തിൽ നിന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് അഡിക്വേറ്റീവായിട്ടുള്ള ഭക്ഷണങ്ങൾ വെജിറ്റേറിയൻ ഫുഡിനകത്താണുള്ളത്. ബേസിക്കലി മനുഷ്യൻ ഒരു സസ്യാഹാരി തന്നെയാണ്. പിന്നെ മനുഷ്യൻ ഇങ്ങനെ മാറി മാറി കാലം കൊണ്ട് മാറി മാറി നമ്മൾ ആയതാണ്. അപ്പൊ അതുകൊണ്ട് സസ്യങ്ങളിൽ നിന്ന് ഈ പശുവിനും ഇവർക്കെല്ലാം കാൽഷ്യം കിട്ടുന്ന പോലെ നമുക്കും ലഭിക്കാം, നമ്മുടെ ശരീരം നോർമലി ഫങ്ഷൻ ചെയ്യുവാണെങ്കിൽ. അതാണ് എനിക്ക് പറയാനുള്ള ഉത്തരം. താങ്ക് യു ഡോക്ടറെ, നല്ല പോലെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ ജയലളിത ഡോക്ടറെ, അടുത്തത് മറിയാമ്മ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മറിയാമ്മ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ഡോക്ടറെ, എൻ്റെ ഒരു സംശയം, ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുമെന്ന് പറയുന്നത് ശരിക്കും ഏത് സമയത്തുള്ള സൂര്യപ്രകാശമാണ് അതോ ഇപ്പൊ ഈ സൂര്യപ്രകാശത്തില് ഇത് കിട്ടുന്നില്ലേ? ഈ ഒരു സംശയമാണ് എനിക്കുള്ളത്. അതിനകത്ത് പറയുന്നത് എല്ലാവരും ചോദിക്കാറുണ്ട്. സാധാരണ നമ്മൾ പണ്ട് പറയാറില്ലേ, രാവിലത്തെയും വൈകുന്നേരത്തെയും സൂര്യപ്രകാശമാണ് നല്ലതെന്നിട്ട് പറയാറുണ്ട് അല്ലെ? നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലേ. പക്ഷെ കേരളത്തെ പോലെ പിന്നെ ഒരു സൈഡ് വലിയൊരു മലയായിട്ടുള്ള, ഇപ്പൊ എന്റെ നാട്ടിൽ, ഞാൻ ഒരു മലനാട്ടിൽ ജീവിക്കുന്ന ഒരാളാണ്. എന്റെ നാട്ടിലൊന്നും ഈ രാവിലെയുള്ള സൂര്യപ്രകാശം കാര്യമായിട്ട് നമുക്ക് കൊണ്ടിട്ട് നടക്കാൻ പറ്റില്ല. കാരണം അതിനുള്ള തക്ക സൂര്യപ്രകാശം നമ്മുടെ നാട്ടിൽ കിട്ടൂല. വൈകുന്നേരവും കിട്ടാറില്ല. വൈകുന്നേരം കിട്ടുന്ന മരങ്ങളിലും അല്ലെങ്കിൽ മലകളിലും ഒക്കെ തട്ടിയിട്ട് നമുക്ക് ശരിക്കുള്ള ഈവനിങ് വെയിൽ
ഈ വിദേശ രാജ്യങ്ങളിലെ പുസ്തകങ്ങളിൽ പറഞ്ഞതുപോലെ ഈ വിദേശ രാജ്യങ്ങളിലെ പുസ്തകങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നമാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രഭാത സൂര്യൻ അല്ലെങ്കിൽ പ്രദോഷ സൂര്യന്റെ പ്രകാശം കൊള്ളുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ നേരം കൊള്ളണം. അതല്ലെങ്കിൽ ഉച്ചവെയിൽ കൊണ്ടാൽ മതി. പക്ഷെ ഉച്ചവെയിൽ കൊള്ളുമ്പോൾ മിനിമം സമയം കൊണ്ടാൽ മതി എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഒരു ഗുണവും അതൊരു പ്രശ്നവും അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ചൂട് വെയിൽ കൊള്ളുകയാണെങ്കിൽ നല്ലതാണ്. ചൂട് വെയിലിന് 2 ഗുണങ്ങളാണ് പറയാറുള്ളത്. ഒന്ന്, കൊളസ്ട്രോൾ മാറും. ഞാൻ കുറെ രോഗങ്ങൾക്ക് സൺ തെറാപ്പി എന്ന് പറഞ്ഞ സോളാർ തെറാപ്പി എന്ന് പറഞ്ഞ തെറാപ്പി നിങ്ങൾക്ക് അറിയാമായിരിക്കും. സൂര്യപ്രകാശത്തിന് പിന്നെ കുറെ രോഗങ്ങളെ മാറ്റാൻ പറ്റും. ഈ കാൽഷ്യം ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി ഒക്കെ അനീമിയുള്ള ആൾക്കാർക്ക് വെയിൽ കൊള്ളിക്കാൻ പറ്റും. സോറിയാസിന് വെയിൽ കൊള്ളാൻ പറ്റും. വിറ്റ്ലിഗോയ്ക്ക് വെയിൽ കൊള്ളിക്കാൻ പറയാറുണ്ട്. അതുപോലെ ഓട്ടോമ്യൂൺ ഡിസീസിന് വെയിൽ കൊള്ളിക്കാൻ പറയാറുണ്ട്. ചില വ്രണങ്ങൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് പ്രകൃതി ചികിത്സയിൽ ഒരു ചൊല്ലുണ്ട്, വെയിൽ തട്ടാ ഉണങ്ങിക്കൊള്ളുന്നു. എന്ന് വെച്ചാൽ നിങ്ങളുടെ വൂണ്ടായാലും ശരി, എന്ന് വെച്ചാൽ നമ്മൾ വെരിക്കോസ് വെയിന് ചെയ്യുന്ന ഒരു കാര്യമാണ്. വെരിക്കോസ് വെയിന് കാല് എപ്പോഴും വെയിൽ കൊള്ളിക്കാൻ പറയുക. കാല് നല്ല ചൂട് വെയിൽ 11 മണിക്ക് 2 മണിക്കും ഇടയ്ക്കുള്ള സൂര്യപ്രകാശം കൊള്ളിക്കാൻ പറ്റും. കാരണം ആ സൂര്യപ്രകാശത്തിനുള്ളിൽ കുറേ റേസ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞാൽ എക്സ്റേസും ഗാമാസും അൾട്രാവയലറ്റ് ഇൻഫ്രാറെഡ് എന്ന് വേണ്ട നാനാവിധത്തിലുള്ള റേസ് ഉണ്ടാവും. പക്ഷെ ഒന്നും പത്തോളജിക്കൽ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫ്രാറെഡ് നേരിട്ട് അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് കൊണ്ടുള്ള അപകടം നിങ്ങൾക്ക് പറ്റാം. ഒരു അൾട്രാവയലറ്റിനെ നേരിട്ട് അടുപ്പിച്ച് കഴിഞ്ഞാൽ അൾട്രാവയലറ്റ് കൊണ്ടുള്ള അപകടം നിങ്ങൾക്ക് പറ്റാം. പക്ഷെ സൂര്യപ്രകാശത്തിനെ, അത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ വിട്, ആ സൂര്യപ്രകാശം ഭൂമിയിലെ എല്ലാ ചരാചരങ്ങൾക്കും ഉപയുക്തമായ രീതിയിലുള്ള ഒരു എനർജി സോഴ്സ് ആയിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് അതുകൊണ്ട് ഒരു ഹീൽ ചെയ്യാൻ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അതിനുള്ള കുറെ രോഗാണുക്കളെ, എന്ന് വെച്ചാൽ തണലത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ കംഫർട്ടബിൾ സോണിൽ ജീവിക്കുന്ന കുറെ രോഗാണുക്കളെ കൊല്ലാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ പിന്നെ നമ്മളെ ജീവിയിൽ ശരീരത്തിൽ കയറുന്ന മിക്കവാറും മൈക്രോബ്സ് അല്ല, ഈ ബാക്ടീരിയ വൈറസുകളല്ല, അതിന്റെ ഷെല്ലുകൾ, അതിന്റെ കവറിങ്ങുകൾ നേർത്തതായതുകൊണ്ട് അവരെയൊക്കെ കൊല്ലിക്കാൻ നമ്മുടെ സൂര്യപ്രകാശത്തിന് പറ്റും. വെരിക്കോസ് വെയിൻ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. അതുപോലെ തന്നെ നമ്മള് പിന്നെ ഇതിനകത്തൊക്കെ പറയാറുണ്ട്, സോറിയാസിസിനകത്തൊക്കെ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾക്ക് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ കുറെ രോഗങ്ങൾ പറ്റും. അനീമിയയ്ക്ക് പറ്റും, ഈ കാൽഷ്യം ഡെഫിഷ്യൻസിക്ക് പറ്റും. ഇതൊക്കെ പിന്നെ അങ്ങനെ ഒരു തെറാപ്പി സിസ്റ്റം തന്നെയുണ്ട്, ആൾട്ടർനേറ്റീവ് സിസ്റ്റം പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൊണ്ടു കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഉച്ചവെയിലാണെങ്കിൽ കുറച്ചു നേരം കൊണ്ടാൽ മതി. പിന്നെ കൊളസ്ട്രോളിനെ കുറിച്ച് പറയും. കൊളസ്ട്രോൾ കുറയും. എങ്ങനെയാണെന്ന് അറിയാമോ? കൊളസ്ട്രോൾ ഈസ് എ ഫോം ഓഫ് ഫാറ്റ് ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു നെയ്യ് തന്നെയാണ്. ആ കൊളസ്ട്രോളിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഈ പശുവിന്റെ നെയ്യ് പോലെ നോർമൽ ടെമ്പറേച്ചറിൽ ഇത് സെമി സോളിഡ് ഫോമിലേക്ക്, നെയ്യ് തന്നെ ഉദ്ദേശിച്ചാൽ മതി. നെയ്യ് ഇസ് കൊളസ്ട്രോൾ ഫോം എന്ന് വെച്ചാൽ സാധാരണ ടെമ്പറേച്ചറിൽ അത് സെമി പിന്നെ സോളിഡ് ഫോം ആയിരിക്കും. ഇതേ സാധനത്തിനെ നമ്മൾ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അത് ഉരുകും. ഇല്ലേ, നമ്മള് പിന്നെ അടുപ്പിന്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നെയ്യ് പെട്ടെന്ന് കുപ്പിയിലുള്ള നെയ്യ് ഉരുക്കാറുള്ളത്. ഇതുപോലെ നിങ്ങൾ വെയിൽ കൊള്ളുകയാണെങ്കിൽ നിങ്ങളുടെ മേത്ത് ഈ കൊളസ്ട്രോൾ ലൂസ് ആകും. അങ്ങനെ ഉരുകി കഴിഞ്ഞാലോ ശരീരം ഏതെങ്കിലും വഴിക്ക് ഒന്നെങ്കിൽ നമ്മുടെ സ്കിന്നിൽ കൂടെ എക്സ്പെൽ ചെയ്ത് കളഞ്ഞോളും, നിങ്ങളുടെ ഫീസിലൂടെ എക്സ്പെൽ ചെയ്ത് കളഞ്ഞോളും. അപ്പൊ ഇതിന് വെയിൽ കൊണ്ടാൽ കൊളസ്ട്രോൾ കുറയും. ഞാൻ എല്ലാ ആൾക്കാരോടും പറയുന്ന ഒരു രീതിയാണ്. നിങ്ങൾ ബാക്കിയുള്ള ഫുഡ് മാത്രം ശ്രദ്ധിക്കുന്നതിനേക്കാൾ എളുപ്പമുള്ളതാണ്. വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൊളസ്ട്രോൾ കുറയും. പിന്നെ ഇതേപോലെ ശരീരം ചൂടായാൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടായി കഴിഞ്ഞാൽ നെയ്യ് ഉരുക്കും, സംഗതി ശരിയാ. പക്ഷെ ഈ വെയിൽ കൊണ്ട് ചൂടാകുന്നതിനേക്കാൾ എത്ര കഷ്ടപ്പാടാണെന്ന് അറിയാമോ? നിങ്ങൾ തണലത്തോട് ഓടാന്ന് വിചാരിക്കും. നിങ്ങൾ എന്താ പറയുക, കുറെ ഓവർ എക്സസൈസ് ചെയ്തിട്ട് ശരീരത്തെ ചൂടാക്കുന്ന, ശരീരത്തിന്റെ മസിലുകൾ ഫ്രിക്ഷൻ ചെയ്തിട്ട് ചൂടാക്കാൻ എടുക്കുന്നതിനേക്കാൾ വളരെ കുറച്ച് സമയം മതി നിങ്ങൾ വെയിൽ കൊണ്ടിട്ട് ഈ നെയ്യുരുക്കാൻ, നിങ്ങളുടെ ശരീരത്തിലെ നെയ്യുരുക്കുക എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു ടെക്നിക്കിനെ കുറിച്ച് ആലോചിക്കുക. അപ്പൊ ഉച്ചവെയിലാണെങ്കിൽ ഞാൻ പറയാനുള്ള സാധാരണ വെറും 10 മിനിറ്റാ പറയാം. ഇവൻ നമ്മളെ ഇതില്ലേ വെട്ടിഗോ, തലകർക്കമുള്ള ആൾക്കാർക്ക് വെയിലത്തിറങ്ങിയ തലകർക്കം എന്ന് പറഞ്ഞാൽ സം റിലേഷൻ വിത്ത് വെയിൽ, അതുകൊണ്ടാണല്ലോ വെയിലത്തിറങ്ങിയ തലകറങ്ങുന്നത്. എന്നാൽ പിന്നെ വെയിൽ കൊണ്ടിട്ട് തന്നെ അങ്ങോട്ട് മാറ്റാൻ വിചാരിക്കുക. ആദ്യം 5 മിനിറ്റ് കൊള്ളിക്കുക, ഒരാഴ്ച കഴിയുമ്പോൾ അതൊരു 8 മിനിറ്റ് ആക്കുക, 10 മിനിറ്റ് ആക്കുക, 15 മിനിറ്റ് ആക്കുക, അത്രയൊക്കെ വെയിൽ കൊണ്ടാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള വൈറ്റമിൻ കിട്ടും. പിന്നെ വെയിൽ കൊള്ളുന്ന, പണ്ടേ കാലത്ത് ഈ വൈദ്യന്മാരോട് പറയാറുണ്ട്, ഈ വൈദ്യര്, തിരക്കുള്ള വൈദ്യന്മാരെല്ലാവരും മരിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ വെയിൽ കൊള്ളാത്തതുകൊണ്ടാണ് അത്രേ. കാരണം അന്നൊക്കെ ഈ തിരക്കാന്ന് വിചാരിക്കും, ഇയാൾ ഈ അടച്ച റൂമിൽ ഇയാൾക്ക് എല്ലാം അറിയാം, പക്ഷെ സംഗതി പറഞ്ഞിട്ടില്ല, ഇയാൾക്കൊന്നും പുറത്തിറങ്ങി വെയിൽ കൊള്ളാൻ പറ്റില്ല. അപ്പൊ വൈദ്യന്മാര് മരിച്ചിരുന്ന വെയിൽ കൊള്ളാതിരുന്നിട്ടാണെന്ന് പറയാം. അപ്പൊ സൂര്യൻ എന്ന് പറയുന്നത് എന്താ പറയാ, എല്ലാ രോഗത്തിന്റെയും ചികിത്സകനാണെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് വെയിൽ കൊണ്ടിട്ട് നിങ്ങൾക്ക് ഒരു രോഗം വരുമെന്ന ഇപ്പൊ US ഗവൺമെന്റ് ഒക്കെ പറയുന്നത് തന്നെയാണ്. അവരൊരു ലോബിങ്ങിന്റെ ഭാഗമാണ് വെയിൽ കൊള്ളരുത്. വെയിൽ കൊള്ളരുത്, നിങ്ങൾക്ക് എന്തെല്ലാം രോഗം വരും എന്ന് അറിയാമോ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നത് ഈ സൂര്യപ്രകാശം കൊണ്ടാണ്. ഈ സൂര്യപ്രകാശം, സൂര്യന്റെ ചൂട്, ഈ സൂര്യന്റെ ചൂട് വളരെ പ്രധാനമാണ്. ഒരു ദിവസം ചൂടില്ലാതെ, വെളിച്ചമല്ല, ഒരു ദിവസം ചൂടില്ലാതെ ആയിക്കഴിഞ്ഞാൽ ഈ ഭൂമി മുഴുവൻ മഞ്ഞ് മൂടും എന്നാണ് പറയുന്നത്.
അപ്പൊ ഈ ചൂടിൽ ജീവിക്കാൻ പറ്റണ ഈ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ഈ ഭൂമിയിലെ ഈ സ്വാഭാവികമായി ലഭിക്കേണ്ട ഈ സൂര്യന്റെ ചൂടിനോട് നിങ്ങൾക്ക് അലർജി ഉണ്ടാവുന്നുവെങ്കിൽ നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കാൻ അർഹനല്ല എന്ന് തന്നെയാണ് അർത്ഥം. ആ അലർജി മാറ്റുക, അത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ പ്രശ്നമാണത്. ആ വ്യക്തിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം, അല്ലാണ്ട് സൂര്യനെ ഒന്ന് ഒളിച്ചോടുകയല്ല ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഓക്കെ ഡോക്ടർ. നന്ദി ഡോക്ടറെ. ഓക്കെ മറിയമ്മ ഡോക്ടറെ. അടുത്തത് സലീം കുമാർ ഡോക്ടറാണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. സലീം കുമാർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഒന്നുകൂടെ ട്രൈ ചെയ്തേ ഡോക്ടറെ. സലീം കുമാർ ഡോക്ടറെ ഒന്നുകൂടി. എന്ത് പറ്റി? ഒന്നുകൂടെ നോക്കിക്കേ. ആ ഓക്കെ. റേഞ്ച് പ്രശ്നമുണ്ടല്ലോ ഡോക്ടറെ, കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാം സർ. റേഞ്ച് പ്രശ്നമുണ്ട് കുറച്ച്. സലീം കുമാർ ഡോക്ടർ ഔട്ടായി പോയി. റേഞ്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ജയചന്ദ്രൻ ഡോക്ടർ സംസാരിച്ചു. അൺമ്യൂട്ട് ചെയ്ത ജയചന്ദ്ര ഡോക്ടറെ. ആ ഒന്നുകൂടി. ഡോക്ടർ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ. ആ ഓക്കെ. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ കേൾക്കാം. കേൾക്കുന്നുണ്ട് സാർ. ഡോക്ടർ, ഈ പാരാതൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവർക്കും അതുപോലെ തന്നെ ഈ ഹിസ്റ്ററെക്ടമി ചെയ്ത സ്ത്രീകൾക്കും അങ്ങനെ അവരുടെ ബോഡിയിൽ ഹോർമോൺ ചേഞ്ചുകൾ വരുമ്പോൾ ഇങ്ങനെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ധാരാളം കാണുന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പത്തോളജിക്കൽ റീസൺ എന്താണ്? പിന്നൊന്ന്, ഈ സൺബാത്ത് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ബോഡി നിറയെ വസ്ത്രങ്ങൾ കിടന്നു കഴിഞ്ഞാൽ സൺബാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുമോ? നമ്മൾ ഷർട്ടൊക്കെ മാറ്റി ഒരു തോർത്തങ്ങനെ തോളിയിട്ടുണ്ടല്ലേ അത് കൊള്ളേണ്ടത്? എന്താ ഡോക്ടർ അഭിപ്രായം? സാറ് പറഞ്ഞത് ശരിയാണ്. പിന്നെ സൺബാത്ത് ചെയ്യുമ്പോൾ പിന്നെ വസ്ത്രങ്ങൾ ഇല്ലാതെ ചെയ്യുക, പ്രത്യേകിച്ച് വിദേശികളൊക്കെ ചെയ്യുന്ന രീതിയിൽ പിന്നെ ചെയ്യുകയാണ് നല്ലത്. ഞാൻ അങ്ങനെ സൺബാത്ത് പിന്നെ കൊടുത്തിട്ടുള്ള രോഗികളെ SLE പോലുള്ള ചില അസുഖങ്ങളില്ല സാറേ, പിന്നെ സിസ്റ്റമിക് ലൂപ്പസ് എറിഥ്രോമാറ്റോസിസ് എന്ന് വെച്ചാൽ ഓട്ടോഇമ്യൂൺ ഡിസീസിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള ചില കണ്ടീഷൻ, അതിൽ കിടപ്പിലായ ചില രോഗികളെ അവർ ഞാൻ ഇപ്പൊ നമ്മളെ മുറ്റത്തൊന്നും കിടത്താൻ പറ്റില്ല, നാട്ടുകാർ കാണൂല്ലേ. അപ്പൊ ടെറസൊക്കെ ഉള്ള ആൾക്കാരോട് ഞാൻ പറയുന്നത്, ഈ ടെറസിന്റെ മുകളിൽ തറയിൽ കിടന്നു കഴിഞ്ഞാൽ ആൾക്കാർ കാണൂലല്ലോ. അപ്പൊ അങ്ങനെ കിടന്ന് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ കുറേ രോഗങ്ങൾ, ഈ മാറാ രോഗങ്ങൾ മാറ്റാൻ ഒരു എളുപ്പ വഴിയായിട്ട് പറയുന്നത് ഇങ്ങനെയുള്ള ചില ചെറിയ ടെക്നിക്ക്. നിങ്ങൾ എന്നും ഈ രീതിയിൽ വെയിൽ കൊള്ളാൻ പറ്റുമോ എന്ന് നോക്കും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം പ്രശ്നം വെച്ചാൽ, ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ചില റേസ് മാത്രമേ കുറയുന്നുള്ളൂ. കാരണം ഒരു സൂര്യൻ അത്രയും ദൂരം നിന്ന് ഇത്രയും സ്ഥലം ട്രാവൽ ചെയ്തിട്ട് സൂര്യപ്രകാശം ഇവിടെ എത്താൻ പറ്റുകയും എന്റെ വീടിനകത്ത് വരെ പകല് സൂര്യപ്രകാശത്തിന് കയറാൻ പറ്റുമെങ്കിൽ ഈ ചെങ്ങാതി നമ്മുടെ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ അകത്ത് കയറാണ്ടിരിക്കൊന്നുമില്ലല്ലോ. അപ്പോ ഇത്രയും കിലോമീറ്റർ കണക്കിന് ദൂരം വരുന്നത് സൂര്യനോട് നിങ്ങളൊരു ഷർട്ട് ഇട്ടിട്ടുണ്ട് അകത്തോട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പുള്ളി അതൊന്നും നോക്കൂല, അത്യാവശ്യമൊക്കെ കയറും. പിന്നെ ചെറിയ റേസിലൊക്കെ വ്യത്യാസം വരാം. നമ്മള് പിന്നെ എന്തൊക്കെയാന്ന് വെച്ചാൽ നേരിട്ട് ചൂട് ഫിൽറ്റർ ചെയ്യുന്ന നല്ലതാണ്. ഇപ്പൊ നമ്മളിപ്പോ കുഞ്ഞു മക്കളെ നമ്മളെ UV റേഡിയേഷൻ നമ്മള് ഇതില്ലേ ന്യൂനാറ്റൽ ജോണ്ടിസ് വരുമ്പോൾ നമ്മളെ പഴയ കാലത്ത് ചെയ്യുന്ന രീതിയിൽ വാഴയില കൊണ്ട് പൊത്തി വെച്ചിട്ട് നമ്മൾ ഒരു വാഴയില മുറിച്ചിട്ട് ഈ കുഞ്ഞിന്റെ മുകളിൽ ഇങ്ങനെ പിന്നെ കവർ ചെയ്ത് വെച്ചിട്ട് ആ കുഞ്ഞിന് വെയിൽ കൊള്ളിക്കും. അതൊരു ടെക്നിക്കാണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ശരീരത്തിന് പ്രശ്നം പറ്റില്ല, പക്ഷെ ആവശ്യമുള്ള പിന്നെ അൾട്രാവയലറ്റ് റേഡിയേഷൻസ് കുട്ടിക്ക് കിട്ടും. അന്ന് ഒരു ട്രഡീഷണൽ നോളജ് ആണെന്ന് ആലോചിച്ച് നോക്കണേ. ഇന്നിപ്പോ UV ലൈറ്റ്, ഒരു ബിലി ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഓരോ ഡോക്ടറെ. മനോജ് ഡോക്ടറെ മ്യൂട്ടായി പോയി. അൺമ്യൂട്ട് ചെയ്യണേ ഡോക്ടറെ. മനോജ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യണേ. മ്യൂട്ടായി പോയി ഡോക്ടറെ. മനോജ് ഡോക്ടറെ മ്യൂട്ടായി പോയി. നോക്കാൻ പറയും, കണ്ണിന്റെ കാഴ്ച ശക്തിക്ക് വ്യത്യാസം വരുത്താനൊക്കെ വേണ്ടിയിട്ട്.
അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, നഗ്നമായിട്ടുള്ള സൺബാത്ത് ഒന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിലും സൂര്യന്റെ ഗുണം കിട്ടും. ഓക്കെ ഡോക്ടറെ. ഞാന് പേഷ്യൻസിന്റെ അടുത്ത് പറയുന്ന സാർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, പക്ഷെ അതിനുള്ള ഉത്തരം പറയാൻ സമയമുണ്ടോ? സമയമില്ല. ഇനി രണ്ടുപേര് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്, ഡോക്ടർ സുരേഷും ഡോക്ടർ സലീം കുമാറും. ഡോക്ടർ ഔട്ടായി പോയി. അവർക്കും കൂടെ ഓരോ മിനിറ്റേ ഉള്ളൂ. ഓരോ മിനിറ്റ് എടുത്ത് ഒന്ന് പെട്ടെന്ന് ചോദിച്ച് ഡോക്ടർ ചുരുക്കി പറയുകയും വേണം. സലീം കുമാർ ഡോക്ടറെ, എളുപ്പം ചോദിച്ചു. സാറേ കേക്കാവോ? കേൾക്കാം. സാറ് നമ്മൾ ഈ പറയുന്നത് നോൺ വെജ് നമ്മൾ കൂടുതൽ ചെല്ലുമ്പോൾ ബ്ലഡിന്റെ pH കുറച്ച് അസിഡിക്കലായിട്ട് ചേഞ്ച് ചെയ്യുമെന്നും, അപ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈ പല്ല് മുടിങ്ങിയതിലൊക്കെ കാൽഷ്യം തിരിച്ചു വലിക്കുമെന്നും ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് അപ്പൊ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ മീൻ അല്ലെങ്കിൽ നോൺ വെജ് എല്ലുള്ള ഇതൊക്കെ കഴിക്കുമ്പോൾ ബോഡി ഇത് കാൽഷ്യം കൂടുതൽ കിട്ടുമെന്ന് പറയുന്നതിനകത്ത് ഒരു ചെറിയൊരു ശരികേടില്ലേ? ഉണ്ട്. സാർ പറഞ്ഞത് ശരി തന്നെയാണ്. അത്രയും കാൽഷ്യം, അതുകൊണ്ടാണ് പറയുന്നത് ഈ കാൽഷ്യം മുഴുവൻ ശരീരത്തിന് ഉപയോഗിക്കാനൊന്നും പറ്റൊന്നുമില്ലെന്ന്. അപ്പോ അതുപോലെ അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പൊ നമ്മള് കിഴക്കന്മാരുടെ തടിയും പൊക്കമൊന്നും ജനതകൾക്കില്ല, മീൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ആളുകൾക്ക്. അപ്പൊ ശരിക്കും കാൽഷ്യം അവര് നല്ല ഹൈറ്റും വെയിറ്റുള്ള ആൾക്കാരായിട്ട് മാറേണ്ടി ഇരുന്നാണല്ലോ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, സാറ് പറഞ്ഞ ആ ലോജിക്ക് ശരി തന്നെയാണ്. സിഖുകാര് അവര് കടലിൽ നിന്ന് എത്ര ദൂരെയാണ്, അവർക്കാണ് ഹൈറ്റും വെയിറ്റും വലുപ്പമൊക്കെ കൂടുതൽ. ഈ നമ്മള് ഈ ചിന്തിക്കുമ്പോ ഈ പുസ്തകത്തിൽ പറഞ്ഞതിന്റെ കൂടെ ഈ നമ്മൾ കാണുന്ന ഒബ്സർവേഷനും കൂടി ആഡ് ചെയ്തിട്ട് നമ്മള് നമ്മുടേതായ ഒരു നിഗമനത്തിൽ എത്തുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഒരു പറഞ്ഞോട്ടെ, ഈ ഗ്ലാസിനകത്തൂടി വരുന്ന വെയിൽ കൊണ്ടാൽ അൾട്രാവയലറ്റിന്റെ ഗുണം കിട്ടൂല എന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ഇൻഫ്രാറെഡിന്റെ ഗുണങ്ങൾ അധികം കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ചൂട് കുറേ അത് ഗ്ലാസ് അബ്സോർബ് ചെയ്യുന്നോണ്ട് പോകുന്നുണ്ട്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒട്ടും കിട്ടാതിരിക്കാനും വഴിയില്ല. കാരണം അതിനൊക്കെ കടന്നു പോകാനുള്ള ശേഷിയുള്ളതാണ് ഈ റേസ് ഒക്കെ. കാരണം അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിച്ചിട്ടുള്ള ക്യാമറകൾ, ഇൻഫ്രാറെഡ് ക്യാമറകളൊക്കെ ഒരു ചില്ലിനുള്ളിക്കിടയല്ലേ പുറത്തോട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തീരെ കിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല സാർ. പക്ഷെ അതുകൊണ്ടാണ് സൺ പ്രൊട്ടക്റ്റിംഗ് ഗ്ലാസുകളൊക്കെ ഉപയോഗിക്കുന്നത്. അൾട്രാവയലറ്റിന്റെ തീവ്രത കുറയ്ക്കാൻ പറ്റും. നമുക്ക് ഒരു ആരോഗ്യമുള്ള ഒരാൾക്ക് പറ്റുന്നതിനേക്കാൾ എത്രയോ കുറവാണ് രോഗിക്ക് താങ്ങാൻ പറ്റുക. അപ്പൊ ഒരു രോഗിയെ സംബന്ധിച്ചോളം ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് കൊണ്ടാലും മതി. ഓക്കെ സലീം കുമാർ ഡോക്ടറെ. അടുത്തത് നമ്മുടെ സുരേഷ് ഡോക്ടറാണ്. സുരേഷ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഒരു ചോദ്യം ചോദിക്കാനുള്ള സമയമേ നമുക്കിനി ഉള്ളൂ. സുരേഷ് ഡോക്ടർ മനോജ് ഡോക്ടർക്ക് നന്ദി കൂടി പറയാം. നമസ്കാരം മനോജ് ഡോക്ടറെ. നമസ്കാരം ഡോക്ടർ ശൈല. എനിക്ക് എൻ്റെ ഒരു അറിവ് പറയാൻ വേണ്ടി മാത്രമാണ്. പറഞ്ഞോ ഡോക്ടർ. ഇത് ഇത്രേ ഉള്ളൂ മനോജ് ഡോക്ടറെ. ഞാൻ എൻ്റെ അറിവിൽ നിന്നൊരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ്. ഈ കാൽസ്യം കുറവുള്ള കേസിലെ ഞാൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി, അത് എനിക്ക് വേറൊരു സിസ്റ്റത്തിൽ നിന്ന് കിട്ടിയ അറിവ് ഞാനവിടെ ഉപയോഗിക്കുന്നുള്ളൂ. അതായത് എള്ള് പുളിപ്പിച്ച് കഴിക്കാനാണ് അതിൽ പറയുന്നത്, ആയുർവേദത്തിൽ പറയുന്ന ഒരു പോയിന്റാണ്. പുളിച്ച എള്ള് കഴിക്കുക, ഇതാണ് പറഞ്ഞിരിക്കുന്ന പോയിന്റ്. പക്ഷെ നമ്മളത് പ്രാക്ടിക്കലി എള്ള് പുളിപ്പിച്ച് കഴിക്കാൻ പേഷ്യന്റിനോട് പറഞ്ഞാൽ അവർ ചെയ്യത്തില്ല. അതിന് നമ്മൾ ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇഡലിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം. വൈകിട്ട് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ കുറെ എള്ളും കൂടി ഇട്ട് അരയ്ക്കുക. അരിക്കാത്ത എള്ളിട്ട് അരയ്ക്കുക. എന്നിട്ട് അത് പുളിക്കാൻ പിറ്റേ ദിവസം ദോശയാക്കി കഴിക്കുകയാണല്ലോ. അപ്പോൾ അത് പിറ്റേ ദിവസം ദോശയോ ഇഡലിയോ ഉണ്ടാക്കി കഴിക്കുക. വളരെ പെട്ടെന്ന് കാൽസ്യം കൂടാനുള്ള ഒരു ടിപ്പാണത്. ശരിയാണ് സാർ. ഞാനത് ഓർക്കാരുന്ന ഒരു കാര്യമാണ് സാർ. ഈ എള്ളും ഇതുപോലെ തന്നെ മുത്തറിയാണ് കാൽഷ്യം ഏറ്റവും കൂടുതലുള്ള ഗ്രെയിൻസ്. എനിക്കത് ആക്ച്വലി കിട്ടിയത് ആയുർവേദത്തിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണത്. ഞാനതിപ്പോൾ പ്രയോഗിച്ചു. സെക്കൻഡ് തിങ്, വൈറ്റമിൻ ഡെഫിഷ്യൻസി കേസുകൾ വരുന്നതിനകത്ത് ഈ ആയുർവേദിക് ഒരു കൺസെപ്റ്റ് ഞാൻ ഇതിനകത്ത് പറയുകയാണെ, അഗ്നി ക്ലിയർ ആക്കുക എന്നൊരു പോയിന്റ് ഉണ്ട് അതിനകത്ത്. അതായത് വിശപ്പ്, അപ്പിറ്റൈറ്റ്, അതിന്റെ ഡൈജഷൻ കറക്റ്റ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ അപ്പിറ്റൈസർ എന്തെങ്കിലും ആയിരിക്കും ഞാൻ കൂടുതലും അങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. അതിപ്പം നമ്മൾ ഹോമിയോപ്പതി വേണമെങ്കിലും അതൊന്ന് അപ്ലൈ ചെയ്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ അസിമിലേഷൻ കറക്റ്റ് ആകാനുള്ള ഒരു പാത്വേ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. നേരത്തെ നമ്മൾ സൈനീഷിനെ കുറിച്ച് പറഞ്ഞത് തന്നെയാണ്. അതെ, ഞാനത് ഓർത്തിട്ട് ഞാനിപ്പോ അങ്ങ് ഒരു ടിപ്പ് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. കൂട്ടത്തിലാക്കി. താങ്ക് യു വെരി മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു. വീണ്ടും കുറച്ചുകൂടെ ഡോക്ടറെ നല്ല ക്ലാസ്സുകൾ എത്തട്ടെ. ശരി ഡോക്ടറെ, സമയം കളഞ്ഞോ?
സമയമായി. Thank you, നമുക്ക് thank സമയം you, 2 മിനിറ്റ് thank you. അധികമായി. സുരേഷ് ഡോക്ടർ നന്ദിയും കൂടി പറഞ്ഞോളൂ. മനോജ് ഡോക്ടറുടെ ക്ലാസ് പലപ്പോഴും അങ്ങയുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്ന ക്ലാസ്സാണ്. ഒരുപാട് പ്രാക്ടിക്കലി ഇമ്പോർട്ടൻസ് ഉള്ളതും അതുപോലെ തന്നെ ഒരു ഒബ്സർവേഷനോട് കൂടി അങ്ങ് ചികിത്സിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ് വളരെ ഇരിക്കുന്ന അഭ്യുദയകാംക്ഷികൾക്കെല്ലാം ഈ ക്ലാസ് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. അങ്ങയുടെ ക്ലാസ് കൂടുതലായിട്ട് ഉണ്ടാവണം എന്നുകൂടി എൻ്റെ ഒരു അഭ്യർത്ഥനയോടുകൂടി IFPSന് വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു സർ. അതുപോലെ തന്നെ മുതിരയും നല്ലതല്ലേ ഡോക്ടറെ? അത് ഞാനത് ഹോസ്റ്റ് ഗ്രാം പറഞ്ഞിരുന്നു സർ. ഓക്കെ ഓക്കെ. പറഞ്ഞിരുന്നു. നന്ദി സുരേഷ് ഡോക്ടറെ. അങ്ങനെ എന്തായാലും 1325 ദിവസം ഡോക്ടർ മനോജ് ഡോക്ടർ ക്ലാസ് വളരെ നല്ല ഒരു ക്ലാസ്. ഡോക്ടർ എപ്പോഴും വളരെ സരസമായാണ് ക്ലാസ് എടുക്കുന്നത്. നമുക്ക് എന്താണ് ഡോക്ടറുടെ എക്സ്പീരിയൻസ് എന്നുള്ള അറിവുകളാണ് ഡോക്ടർ കൂടുതലും പറയുന്നത്. എന്തായാലും വളരെ നല്ലൊരു ക്ലാസ്സോടുകൂടി ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും സ്റ്റുഡൻസിനും അതുപോലെ തന്നെ മനോജ് ഡോക്ടർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ശുഭരാത്രി നേർന്നു ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.